واغفر لنا ما مضى يا واسع الكرم يا واسع الكرم يا واسع الكرم يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم صلوا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك للخلق كلهم مولاي صل وسلم دائما ابدا على حبيبك للخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله
محمد رسول الله ما رأينا إحسانا في السراء إلا إليه والغمام قد أضل والملا صلوا عليه الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله وأتاك هدى يبكي وتدلل بين يدي واستدارك يا حبيبي عندك ربي النفور الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله حينما المهام وتنادوا للرحيل جئته ودمع سائل قلت قف لي يا دليل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله حينما شاء المهام وتنادوا للرحيل جئته ودمع سائل قلت قف لي يا دليل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله كل ما في الكون هام فيك يا باقي الجبين وله فيك غرام واشتياق وحنين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله قد رجونا نصر والفتوح فيه نورنا سيما في أمرنا به
शाही को मडमुरवारी अस्सलातु वस्सलामु अलैका या रसूलल्लाह अस्सलातु वस्सलामु अलैका या हबीबल्लाह इन्ना नथी इलैकुम लिज़ाहति मा बिना आफतैया शैखना मडमुरवारी अस्सलातु वस्सलामु अलैका या रसूलल्लाह अस्सलातु वस्सलामु अलैका या हबीबल्लाह മജ്‌ലിസിനെ സ്വീകരിക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ ഇറങ്ങുന്ന പരിശുദ്ധമായ അറിവിന്റെ മജ്‌ലിസാണ്. അല്ലാഹുവേ, മുത്തുനബിയുടെ മദ്ഹ് പാടിയിട്ട് മടവൂർ ശൈഖുനാന്റെ മദ്ഹ് പാടിയിട്ട് ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. തട്ടിക്കളയല്ലേ അല്ലാഹ്, സ്വീകരിച്ച് ഞങ്ങൾക്ക് കബൂലിയത്ത് തരണേ അല്ലാഹ്. എത്രയോ മുഅ്മിനീങ്ങളെ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ഈ സദസ്സിലെ നിറകണ്ണുകളോടെ ഈ സദസ്സിൽ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളെ, ഒരുപാട് സ്വപ്നങ്ങളെ, ഒരുപാട് കൊതികളെ, ഒരുപാട് ചിന്തകളെ മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കുകയാണ്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനേ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാഹ്, നീ മാറ്റിത്തരണേ അല്ലാഹ്. മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിനലട്ടുന്ന സങ്കടങ്ങളെ ആരോടും പറയാൻ കഴിയാതെ ഹൃദയത്തിന്റെ അകത്ത് വിങ്ങിപ്പൊട്ടുന്ന ടെൻഷനുകളുണ്ട്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ പരിഹരിച്ചു തരണേ അല്ലാഹ്, സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്. കരയുന്ന കണ്ണുകൾക്ക് സമാധാനമാണ് അറിവിന്നില്ല, വേദനിക്കുന്ന ശരീരങ്ങൾക്ക് സമാധാനമാണ് അറിവിന്നില്ലാവ്. ഈ അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങളെ അല്ലാഹ്, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുഅ്മിനീങ്ങളെ അറിവിന്നിലാവിന്റെ കുടുംബങ്ങളാണ്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. ഇതൊരു ബറക്കത്തുള്ള കുടുംബമാക്കണേ അല്ലാഹ്, ഇതൊരു റഹ്മത്തുള്ള കുടുംബമാക്കണേ അല്ലാഹ്, ഇതൊരു സന്തോഷമുള്ള കുടുംബമാക്കണേ അല്ലാഹ്, ഇതൊരു സമാധാനമുള്ള കുടുംബമാക്കണേ അല്ലാഹ്. പ്രായമുള്ളവർക്ക് പ്രശ്നമല്ല, പ്രായമുള്ള ഉമ്മമാര് അറിവിന്ദിലാവ് കാണുന്നുണ്ട്, വാപ്പമാര് അറിവിന്ദിലാവ് കാണുന്നുണ്ട്. കിടക്കയില്ലെന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന കിടപ്പറയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന എത്രയോ പാവപ്പെട്ട രോഗികളെ അവര് മജ്‌ലിസിന്റെ സമയമാകുമ്പോ കാത്തിരിക്കുകയാ. എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. എത്രയോ ചെറുപ്പക്കാരികളെ, ചെറിയ മക്കളടക്കം ഈ അറിവിനിലാവിന്റെ മുറ്റത്തിരുന്നുകൊണ്ട് അല്ലാഹുവേ നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാ. എല്ലാവരെയും സ്വീകരിക്കണമല്ലാഹ്, എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്, എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ലക്ഷക്കണക്കിന് ആളുകൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പോവുകയാണ്.
അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ 99 നാമങ്ങളെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ മനസ്സിന്റെ കത്തി എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹങ്ങൾ അസ്മാഉൽ ഹുസ്ന പൂർത്തിയാകുന്നതിന് മുമ്പ് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പറഞ്ഞതാ. അത്രയും പവറുള്ള ദിക്റുകളാ, അത്രയും മഹത്വമുള്ള ദിക്റുകളാണ്. ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പോകുന്ന മജ്ലിസാണ്. മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്, ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലി അല്ലാഹ് 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 ചൊല്ലോ അല്ലാഹ് 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 مقصودا إلا الله لا موجودا إلا الله لا مقصودا إلا الله لا إله إلا الله محمد رسول الله چلو الله 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 حسبي ربي جل الله ما في قلبي غير الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله 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 മജ്ലിസിലെ വെള്ളം വെക്കുക. പാവർട്ടി പാടൂര് എന്ന സ്ഥലത്ത് നിന്ന് അൽഹംദുലില്ലാ ഒരു സന്തോഷ വാർത്ത. രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. അറിവിന്നില്ലാവ് മജ്ലിസിലെ വെള്ളം കൊണ്ട് മുഖം കഴുകി കാഴ്ച തിരിച്ചു കിട്ടി. ഒരു 7 തവണ എല്ലാവരും ഒരു അൽഹംദുലില്ലാ പറയും. അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിന്മാർക്ക് അയച്ച മെസ്സേജാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ കാഴ്ച ശക്തി ഇനി നീ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ റഹ്മാനെ, നഷ്ടപ്പെടുത്തല്ലേ റഹ്മാനെ. മജ്ലിസിൽ വലിച്ച വെള്ളത്തിൽ നീ ശിഫ നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ റഹ്മാനെ. ലക്ഷക്കണക്കിന് ആളുകൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പോവുകയാണ്. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് മജ്ലിസിൽ വെച്ച വെള്ളത്തിന് പവർ നൽകണേ അല്ലാഹ്. മജ്ലിസിൽ വെച്ച
വെള്ളത്തിന് പവർ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ. ആ വെള്ളം എന്തിനാണോ ഉപയോഗിക്കുന്നത്, വേദനകളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. വെള്ളം വെക്കാത്ത ആരുണ്ടാവരുത്, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണേ അല്ലാഹ്. യാ റസൂലേ അസ്സലാം യാ ഹബീബേ വസ്സലാം യാ റസൂലേ അസ്സലാം യാ ഹബീബേ വസ്സലാം യാ ശഫീഅ അസ്സലാം മാണിക്യക്കല്ലേ വസ്സലാം. അല്ലാഹ് 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 വളരെ സന്തോഷം തോന്നിയത് കണ്ടപ്പോ. ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതായിരുന്നു, അൽഹംദുലില്ലാ അത് ഓപ്പറേഷൻ ഇല്ലാതെ റാഹത്തായി. റബ്ബേ ഇനി ആരൊക്കെ കാഴ്ചയില്ലാതെ വിഷമിക്കുന്നുണ്ടോ റബ്ബേ അവർക്കൊക്കെ നീ കാഴ്ച കൊടുക്കണേ റഹ്മാനെ, നീ കാഴ്ച കൊടുക്കണേ റഹ്മാനെ, നീ കാഴ്ച കൊടുക്കണേ റഹ്മാനെ. ഈ 10,000-കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറയാൻ, ഇവരുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഈ ആളുകൾക്കൊക്കെ അത്ഭുത ശിഫ ലഭിക്കുന്നത്. മടവൂര് ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഈ ആമീൻ പറയുന്ന 10,000-കൾക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഉസ്താദ് ഇവിടെ നിന്ന് ദുആ വസിയത്ത് വായിക്കുമ്പോ അവർക്ക് വേണ്ടി ദുആരിക്കുമ്പോ നിറകണ്ണുകളോടെ കൈകൾ ഉയർത്തി ആമീൻ പറയുന്ന പ്രിയപ്പെട്ടവരെ റബ്ബേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ മാറ്റി തരണേ അല്ലാഹ്. അല്ലാഹ് എല്ലാവരും ചൊല്ലണം, എല്ലാ മക്കളും നല്ല റാഹത്തിൽ ചൊല്ലി അല്ലാഹ് 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 السلام يا رسول والسلام يا نبي السلام يا رسول والسلام يا شفيع السلام متات النور والسلام الله 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 അജ്മീർ വാഴുന്ന സുൽത്താനോരേ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തിയോരേ അജ്മീർ വാഴുന്ന സുൽത്താനോരേ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തിയോരേ ബഗ്ദാദ് വാഴുന്ന സുൽത്താനോരേ മുഹിയുദ്ദീൻ തങ്ങളെ ശൈഖവരെ ബഗ്ദാദിൽ വാഴുന്ന സുൽത്താനോരേ മുഹിയുദ്ദീൻ തങ്ങളെ ശൈഖവരെ പാപികൾ ഞങ്ങളെ നോക്കിയിടലേ പാപം പൊറുക്കാൻ തുണയേകണേ അല്ലാഹ് 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 അല്ലാഹ്
മദീനത്തെ നായകരെ സയ്യിദ് മുസ്തഫ തങ്ങളോരെ പുണ്യ മദീനത്തെ നായകരെ സയ്യിദ് മുസ്തഫ തങ്ങളോരെ പാപികൾ ഞങ്ങളെ കാത്തിടണേ പാപം പൊറുക്കാൻ തുണയേകണേ അല്ലാ 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 മടവോരെ വാഴുന്ന കുത്തുബോരെ ശൈഖുനാ സിയോ വലിയല്ലാഹേ മടവോര് വാഴുന്ന കൊച്ചുബോരെ ശൈഖുനാ സിയോ വലിയല്ലാഹേ പാപികൾ ഞങ്ങളെ കാത്തിടണേ പാപം പൊറുക്കാൻ തുണയേകണേ അല്ലാ 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 മടവോരെ വാഴുന്ന കുത്തുബോരെ ശൈഖുനാ സിയോ വലിയല്ലാഹേ മടവോര് വാഴുന്ന കൊച്ചുബോരെ ശൈഖുനാ സിയോ വലിയല്ലാഹേ അറിവിൻ നിലാവിനെ നോക്കിയിടണേ അറിവിൻ നിലാവിനെ കാത്തിടണേ അല്ലാ 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 മടവോരെ വാഴുന്ന കുച്ചുബോരെ ശൈഖുനാ സിയോ വലിയല്ലാഹേ മടവോര് വാഴുന്ന കൊച്ചുബോരെ ശൈഖുനാ സിയോ വലിയല്ലാഹേ രോഗങ്ങളെല്ലാം മാറ്റിയിടണേ ക്ഷീണങ്ങളെല്ലാം നീക്കിയിടണേ അല്ലാ 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 അൽഹംദുലില്ലാ അറിവിൻ നിലാവിന്റെ കുടുംബങ്ങൾക്ക് വീണ്ടും ഒരു സുന്ദരമായ സന്തോഷം അറിയിക്കാനുള്ളത് നമ്മുടെ ചാനലിൽ തുടങ്ങി അൽഹംദുലില്ലാ പരിശുദ്ധമായ റമളാൻ 1 മുതൽ നമ്മൾ തുടക്കം കുറിച്ച് റമളാൻ നിലാവി എന്ന സുന്ദരമായ പ്രോഗ്രാമിൽ അൽഹംദുലില്ലാ 200ന്റെ അടുത്ത് നമ്മുടെ മജ്‌ലിസ് പിന്തുടരാനായി ഇന്നത്തെ ദിവസം നമ്മുടെ ചാനലിൽ മൊത്തം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അൽഹംദുലില്ലാ ആയി കഴിഞ്ഞു അൽഹംദുലില്ലാ ഒരു 7 തവണ ഇത് നമുക്കുള്ള സന്തോഷമാണ് ഈ സന്തോഷമൊക്കെ നമ്മൾ എല്ലാവരും അറിയണം അൽഹംദുലില്ലാ ഒരു 7 തവണ എല്ലാവരും അൽഹംദുലില്ലാ പറയും ഇന്നത്തെ മജ്‌ലിസിൽ ഇപ്പോ 2 ലക്ഷം ആളുകളായി 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അറിവ് നിലാവിന്റെ ചാനലിന് ഇന്നത്തെ സദസ്സോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് അതിൽ അംഗങ്ങളായ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ മാഷാ അല്ലാഹ് കുറഞ്ഞ കാലയളവ് കൊണ്ട് നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അതിന്റെ സന്തോഷം അഡ്മിൻമാരെ വക അറിയിക്കുന്നു അൽഹംദുലില്ലാ അല്ലാഹു
ഇത് സ്വാലിഹായ അമലായിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസിലാണ് അത് ആയത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ഒരു 7 തവണ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് തുടരാം. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. 30,000-ഓളം മുഅ്മിനീങ്ങളെ ഇപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇന്നായി. അല്ലാഹ് നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അറിവിൻ നീരാവിനെ കാത്തിടണേ, അറിവിൻ നിലാവിനെ നോക്കിടണേ, മടപോരെ വാഴുന്ന കൊച്ചുപോരെ ശൈഖുനാസിയോ വലിയല്ലാഹേ, മടപോരെ വാഴുന്ന കൊച്ചുപോരെ ശൈഖുനാസിയോ വലിയല്ലാഹേ. രോഗങ്ങളെല്ലാം മാറ്റിയിടണേ, ക്ഷീണങ്ങളെല്ലാം നീക്കിടണേ അല്ലാഹ് 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 സിഹ്റോ കണ്ണേറോ കൈവിഷങ്ങളെല്ലാം പാച്ചിലാക്കയാ റഹ്മാനല്ലാഹ്. സിഹ്റോ കണ്ണേറോ കൈവിഷങ്ങളെല്ലാം പാത്തിലാക്കയാ റഹ്മാനല്ലാഹ്. ക്ഷീണങ്ങളെല്ലാം മാറ്റിയിടലേ, ദുഃഖങ്ങളെല്ലാം അകറ്റിയിടണേ അല്ലാഹ് 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 കടവീട്ടിറാഹത്ത് തന്നീടണേ, കടവീട്ടാൻ വഴികൾ തുറന്നീടണേ, കടവീട്ടിറാഹത്ത് തന്നീടണേ, കടവീട്ടാൻ വഴികൾ തുറന്നീടണേ, ജോലിയിൽ ബറക്കത്ത് തന്നീടണേ, ജോലിയിൽ റഹ്മത്ത് തന്നീടണേ അല്ലാഹ് 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 اللهم صل وسلم وبارك عليه يا رسول الله يا رسول الله أدركنا مرادنا يا رسول الله يا شيخنا يا شيخنا يا قطب العالم يا شيخنا يا ولي الله
أدركنا وأغثنا وانظرنا يا ولي الله انظرنا يا ولي الله انظرنا واحضرنا يا شيخنا يا سي ولي الله മടവൂരേ മണ്ണിൽ കുത്തുബായി വാഴുന്ന ശൈഖുനാ സിയം വലിയുള്ളാഹ് അവിടം ഞങ്ങളെ മജ്‌ലിസിലുള്ള ഹാലറാവേണേ ശൈഖനാ മടവൂരേ ചൊല്ലി മടവൂരേ മണ്ണിൽ കുത്തുബായി വാഴുന്ന ശൈഖുനാ സിയം വലിയുള്ളാഹ് അവിടന്ന് ഞങ്ങളെ മജ്‌ലിസിലുള്ള ഹാലറാവേണേ ശൈഖനാ മടവൂരേ മണ്ണിൽ കുത്തുബായി വാഴുന്ന ശൈഖുനാ സിയം വലിയുള്ളാഹ് അവിടന്ന് ഞങ്ങളെ മജ്‌ലിസിലൊന്ന് ഹാദിറാവേണേ റളിയല്ലാഹ് മടവൂരേ മണ്ണിൽ കുത്തുബായി വാഴുന്ന ശൈഖുനാ സിയം വലിയുള്ളാഹ് അവിടന്ന് ഞങ്ങളെ മജ്‌ലിസിലൊന്ന് രോഗമല്ല മാറ്റി തന്നിട്ട് ക്ഷീണമല്ല നീക്കണേ വേദനകളെ മാറ്റി തന്നിട്ട് പ്രാഗാവൽകണേ ശൈഖനാ മടവൂരേ മണ്ണിൽ കുത്തുബായി വാഴുന്ന ശൈഖുനാ സിയം വലിയുള്ളാഹ് അവിടന്ന് ഞങ്ങളെ മജ്‌ലിസിലൊന്ന് ഹാദിറാവേണേ ശൈഖനാ സുഹറോ കല്ലേറോ കൈവിഷമല്ല പാച്ചിലാക്കണേ ശൈഖനാ അവിടന്ന് ഞങ്ങളെ മജ്‌ലിസിലൊന്ന് നോക്കിടണേ ശൈഖനാ മടവൂരേ മണ്ണിൽ കുത്തുബായി വാഴുന്ന ശൈഖുനാ സിയം വലിയുള്ളാഹ് അവിടന്ന് ഞങ്ങളെ മജ്‌ലിസിലൊന്ന് ഹാദിറാവേണേ ശൈഖനാ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ അനുഗ്രഹിക്കണേ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ അല്ലാഹ് വേങ്ങരയിൽ നിന്ന് ഇന്ന് ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഒരു കുടുംബം വിളിച്ചു പറഞ്ഞു ഉസ്താദേ 7 വർഷമായി തളർന്നു കിടക്കുകയാണ് ഉസ്താദേ 7 വർഷമായി തളർന്നു കിടക്കുകയാണ് ഉസ്താദേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ കഴിയാതെ കിടക്കുകയാണ് അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ വെച്ച വെള്ളം ഞങ്ങൾ കൊണ്ടുകൊടുക്കാറുണ്ട് ആ വെള്ളം ശരീരത്തിൽ പുരട്ടാറുണ്ട് അൽഹംദുലില്ലാഹ് 7 വർഷം
വർഷമായി അനങ്ങാതെ കിടന്ന ആ പ്രിയപ്പെട്ടവരുടെ രണ്ട് കാലുകൾക്ക് അല്ലാഹു ചലനശക്തി ഇറക്കം നൽകിയിട്ടുണ്ടെന്ന് അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളോട് ഉസ്താദ് സന്തോഷം പറയണേ. ഈ സന്തോഷം പറയുമ്പോ പൂർണ്ണമായിട്ട് ആഫിയത്ത് തിരിച്ചു കിട്ടാനും ഉസ്താദ് ദ്വാരക്കാനും വസിയത്ത് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് വേങ്ങരയിൽ ഇന്നലെ കുടുംബം വിളിച്ചു പറഞ്ഞു, അല്ലാഹ് ശൈഖുനാന്റെ ഹുദൂറിയത്തുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, ശൈഖുനാന്റെ കാവലുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. മടവൂർ പാപാടെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് നീ നിശ്ചലിച്ചു പോയ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ശക്തി പകരണേ അല്ലാഹ്. അറിവിന്ദിനാവ് കാണുന്ന 10,000 കുടുംബങ്ങളെ പലരും ഭവനത്തിന്റെ അകത്ത് തളർന്നിരിക്കുകയാണ് തമ്പുരാനെ. പലരും മനസ്സ് തളർന്നിരിക്കുകയാണ്, ടെൻഷൻ കയറിയിട്ട് വിഷമം കയറിയിട്ട് അല്ലാഹുവേ ശരീരത്തിന്റെ പല ഭാഗത്തും വേദന വന്നിട്ട് തളർന്നു കിടക്കുന്നവരുണ്ട്. മടവൂര് ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം ഈ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ആരംഭിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയത് അത് അല്ലാഹു സാധിപ്പിച്ചു തരും. അപ്പൊ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നിയത്ത് നല്ലവണ്ണം മനസ്സിൽ കരുതാ. അല്ലാഹു റാഹത്തിലായിട്ട് അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാ ആളുകളും ഇവിടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾ 30,000-ലേറെ കുടുംബങ്ങൾ യൂട്യൂബിലെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാ ഇന്നത്തെ മജ്ലിസിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ ലക്ഷക്കണക്കിന് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ അല്ലാഹു തട്ടിക്കളയൂല. നമുക്ക് ഉറപ്പാണല്ലോ 40 ആളുകളിൽ ഒരു വലിയുണ്ടെന്നാണ്. 40 ആളുകളിൽ ഒരു വലിയുണ്ട്. എത്ര ആളുകളാണ് ആളുകളിലാവ് കാണുന്നത്? അപ്പൊ അവരിൽ ഒരുപാട് ഔലിയാക്കന്മാർ, ഒരുപാട് സ്വാലിഹീങ്ങൾ ഉണ്ടാവും. നല്ല ഉമ്മമാര്, വാപ്പമാര്, ചെറുപ്പക്കാര്, ചെറിയ മക്കള്, അല്ലാഹുവേ അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ഖൈറ് കൊടുക്കണേ റഹ്മാനെ, റഹ്മത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. കുഞ്ഞു മക്കളൊക്കെ ഞങ്ങളെ മജ്ലിസിലുണ്ട്. ഞങ്ങൾ അറിവിന്ദിലാവിന്റെ പൂമ്പാറ്റ മക്കളാണ് അവര്. അല്ലാഹ് അവരെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. ആ മക്കളെ വാശിയൊക്കെ നീ മാറ്റണേ റഹ്മാനെ. മജ്ലിസിന്റെ മുന്നിലിരിക്കുന്ന, മജ്ലിസ് വീക്ഷിക്കുന്ന, മജ്ലിസ് ആകുമ്പോഴേക്ക് അല്ലാഹുവേ മജ്ലിസ് തുറക്കുന്ന ഞങ്ങളെ മക്കള് മജ്ലിസിന്റെ മുറ്റത്ത് ഞങ്ങളെ വെള്ളം കൊണ്ട് വെച്ചിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാര മക്കള് അപ്പേ രണ്ട് ലോകത്തും ആ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നന്മ വേണം. സ്വർഗത്തിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളാവണം അപ്പേ. നല്ല ബുദ്ധിശക്തിയുള്ള, ഓർമ്മശക്തിയുള്ള, നല്ല ദീനുള്ള, അതബുള്ള, അച്ചടക്കമുള്ള മക്കളായിട്ട് ഞങ്ങളെ മക്കളെ നീ കബൂലാക്കണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലാണ് എല്ലാവരും വലത് കൈയിൽ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്തി വെക്കുക. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദനയുള്ളവരുണ്ടെങ്കിൽ അവിടെ കൈവെക്കുക. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ കൈവെക്കുക. ലക്ഷക്കണക്കിന് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാണ് നമ്മൾ. ഒരു അസ്മാഉൽ ഹുസ്നയാണ് ചൊല്ലുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ ചൊല്ലിയാണ്. അതിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു മാറ്റി തരും. ആ വേദന ഇപ്പൊ ഇറങ്ങിപ്പോണം. എവിടെയെങ്കിലും വിഷമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൈവെക്കുക. സംസാരിക്കാൻ കഴിയാത്ത മക്കളുണ്ടാവും, അവരുടെ തൊണ്ടയുടെ ഭാഗത്ത് നിങ്ങൾ കൈവച്ച് കൊടുക്കുക. അല്ലാഹ് കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ടാവും, കണ്ണിന്റെ മുകളിൽ കൈവെക്കുക. കാതുവേദനയുള്ളവര്, ചെവി കുറഞ്ഞവര്, കേൾവി കുറഞ്ഞവര് അവിടെ കൈവെക്കുക. ഊരവേദനയുള്ളവര്, തളർന്നു കിടന്ന പ്രോഗ്രാം കാണുന്നവര് അവിടെ നിങ്ങൾ കൈവച്ച് ചൊല്ലി നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം. റബ്ബല്ലേ വലിയവൻ, അല്ലാഹു നമ്മുടെ ശിഫിയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു മാറ്റി കൊടുത്തില്ലേ, നമുക്കും അല്ലാഹു മാറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാത്ത ആളുകളൊക്കെ ഹൃദയത്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാണ്. അല്ലാഹു നമ്മുടെ പരിശുദ്ധ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ നിന്ന് ചൊല്ലാൻ പോവാണ്. ചൊല്ലുമ്പോഴൊക്കെ എല്ലാവരും ജല്ല ജലാലു ജല്ല ജലാലു എന്നിങ്ങനെ ഏറ്റു ചൊല്ലാം. അസ്മാഉൽ ഹുസ്ന അറിയുന്നവർ ഉസ്താദിന്റെ കൂടെ ചൊല്ലിക്കോളി. അല്ലാത്ത ആളുകളൊക്കെ ജല്ല ജലാലു ജല്ല ജലാലു എന്നിങ്ങനെ ഏറ്റു ചൊല്ലാം. അല്ലാഹു കബൂലാക്കട്ടെ റബ്ബേ. ഏതെല്ലാം വീടുകളിൽ ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നോ ആ വീടുകളിലെല്ലാം അസ്മാഉൽ ഹുസ്നയുടെ കാവല് കൊടുക്കണേ റഹ്മാനെ. ആ ശരീരത്തിനെല്ലാം അസ്മാഉൽ ഹുസ്നയുടെ കാവല് കൊടുക്കണേ റഹ്മാനെ. ആ ശരീരത്തിൽ ക്യാൻസറിന്റെ അണുക്കൾ കൊടുക്കല്ലേ അല്ലാഹ്. ആ ശരീരത്തിന് അറ്റാക്ക് കൊടുക്കല്ലേ
കൊടുക്കല്ലേ അല്ല. ആ ശരീരത്തിൽ കൊറോണയുടെ അണുക്കളെ കൊടുക്കല്ലേ അല്ല. ആ ശരീരത്തിലെ വേദനകളെ ഈ സമയം നീ ഇറക്കണേ റഹ്മാനെ. ആ ശരീരം അനുഭവിക്കുന്ന ദുഃഖങ്ങളെ, സങ്കടങ്ങളെ, കടൽ വെട്ടകളെ ഈ പരിശുദ്ധ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റണേ റഹ്മാനെ. ആരുടെങ്കിലും ശരീരത്തിൽ പിശാചിന്റെയോ ജിന്നിന്റെയോ കാഫിറിന്റെയോ ഷർറുണ്ടെങ്കിൽ അല്ലാഹുവേ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് മടവൂർ പാപ്പാനെ കൊണ്ട് നീ ഇറക്കി കളയണേ റബ്ബേ. തിരിച്ചു കൊടുക്കല്ലേ റഹ്മാനെ. ഒരു ഷർറും തിരിച്ചു നൽകല്ലേ അല്ലാ. മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ മുറാദിനെ പെട്ടെന്ന് സാധിപ്പിച്ചു തരണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹു ജല്ല ജലാലു, യാ അല്ലാഹു ജല്ല ജലാലു, യാ അല്ലാഹു ജല്ല ജലാലു, യാ റഹ്മാനു ജല്ല ജലാലു, യാ റഹീമു ജല്ല ജലാലു, യാ മലികു ജല്ല ജലാലു, യാ ഖുദ്ദൂസ് ജല്ല ജലാലു, യാ സലാം ജല്ല ജലാലു, യാ മുഅ്മിനു ജല്ല ജലാലു, യാ മുഹൈമിനു ജല്ല ജലാലു, യാ അസീസ് ജല്ല ജലാലു, യാ ജബ്ബാർ ജല്ല ജലാലു, യാ മുതകബ്ബിർ ജല്ല ജലാലു, യാ ഖാലിഖ് ജല്ല ജലാലു, യാ ബാരിഉ ജല്ല ജലാലു, യാ മുസവ്വിർ ജല്ല ജലാലു, യാ ഗഫാർ ജല്ല ജലാലു, യാ ഖഹാർ ജല്ല ജലാലു, യാ വഹാബ് ജല്ല ജലാലു, യാ റസാഖ് ജല്ല ജലാലു, യാ ഫത്താഹ് ജല്ല ജലാലു, യാ അലീം ജല്ല ജലാലു, യാ ഖാബിദ് ജല്ല ജലാലു, യാ ബാസിത് ജല്ല ജലാലു, യാ ഖാഫിദ് ജല്ല ജലാലു, യാ റാഫിഉ ജല്ല ജലാലു, യാ മുഇസ് ജല്ല ജലാലു, യാ മുദില്ല് ജല്ല ജലാലു, യാ സമീഉ ജല്ല ജലാലു, യാ ബസീർ ജല്ല ജലാലു, യാ ഹകമു ജല്ല ജലാലു, യാ അദ്ലു ജല്ല ജലാലു, യാ ലത്തീഫ് ജല്ല ജലാലു, യാ ഖബീർ ജല്ല ജലാലു, യാ ഹലീം ജല്ല ജലാലു, യാ അലീം ജല്ല ജലാലു, യാ ഗഫൂർ ജല്ല ജലാലു, യാ ശകൂർ ജല്ല ജലാലു, യാ അലിയു ജല്ല ജലാലു, യാ കബീർ ജല്ല ജലാലു, യാ ഹഫീദ് ജല്ല ജലാലു, യാ മുഖീത് ജല്ല ജലാലു, യാ ഹസീബ് ജല്ല ജലാലു, യാ ജലീൽ ജല്ല ജലാലു, യാ കരീം ജല്ല ജലാലു, യാ റഖീബ് ജല്ല ജലാലു, യാ മുജീബ് ജല്ല ജലാലു, യാ വാസിഉ ജല്ല ജലാലു, യാ ഹകീം ജല്ല ജലാലു, യാ വദൂദ് ജല്ല ജലാലു, യാ മജീദ് ജല്ല ജലാലു, യാ ബാഇസ് ജല്ല ജലാലു, യാ ഷഹീദ് ജല്ല ജലാലു, യാ ഹഖ് ജല്ല ജലാലു, യാ വകീൽ ജല്ല ജലാലു, യാ ഖവിയ്യ ജല്ല ജലാലു, യാ മതീൻ ജല്ല ജലാലു, യാ വലിയ്യ ജല്ല ജലാലു, യാ ഹമീദ് ജല്ല ജലാലു, യാ മുഹ്സി ജല്ല ജലാലു, യാ മുബ്ദിഉ ജല്ല ജലാലു, യാ മുഈദ് ജല്ല ജലാലു, യാ മുഹ്യി ജല്ല ജലാലു, യാ മുമീത് ജല്ല ജലാലു, യാ ഹയ്യ് ജല്ല ജലാലു, യാ ഖയ്യൂം ജല്ല ജലാലു, യാ ഹയ്യ് ജല്ല ജലാലു, യാ ഖയ്യൂം ജല്ല ജലാലു, യാ ഹയ്യ് ജല്ല ജലാലു, യാ ഖയ്യൂം ജല്ല ജലാലു, യാ വാജിദ് ജല്ല ജലാലു, യാ മാജിദ് ജല്ല ജലാലു, യാ വാഹിദ് ജല്ല ജലാലു, യാ അഹദ് ജല്ല ജലാലു, യാ സമദ് ജല്ല ജലാലു, യാ ഖാദിർ ജല്ല ജലാലു, യാ മുഖ്തദിർ ജല്ല ജലാലു, യാ മുഖദ്ദിം ജല്ല ജലാലു, യാ മുഅഖിർ ജല്ല ജലാലു, യാ അവ്വൽ ജല്ല ജലാലു, യാ ആഖിർ ജല്ല ജലാലു, യാ ളാഹിർ ജല്ല ജലാലു, യാ ബാതിൻ ജല്ല ജലാലു, യാ വാലി ജല്ല ജലാലു, യാ മുതആലി ജല്ല ജലാലു, യാ ബർ ജല്ല ജലാലു, യാ തവ്വാബ് ജല്ല ജലാലു, യാ മുൻതഖിം ജല്ല ജലാലു, യാ അഫൂ ജല്ല ജലാലു, യാ റഊഫ് ജല്ല ജലാലു, യാ മാലികൽ മുൽക്കി ജല്ല ജലാലു, യാ
ذا الجلال والإكرام جل جلاله يا مقسط جل جلاله يا جامع جل جلاله يا غني جل جلاله يا مغني جل جلاله يا مانع جل جلاله يا ضار جل جلاله يا نافع جل جلاله يا نور جل جلاله يا هادي جل جلاله يا بديع جل جلاله يا باقي جل جلاله يا وارث جل جلاله يا رشيد جل جلاله يا صبور جل جلاله الذي لم يلد ولم يولد ولم يكن له كفوا أحد എല്ലാവരും ഇൻഷാ അല്ലാഹ് കൈ രണ്ടും ഇതുപോലെ ചുംബിച്ച് നിങ്ങളെ കണ്ണ് തടവുക, നിങ്ങളെ മുഖം ശരീരമൊക്കെ തടവുക. എല്ലാ ആളുകളും രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചുംബിച്ച് കണ്ണിലിങ്ങനെ തടവുക, മുഖം തടവുക, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തടവുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ ഒരേ സമയം അസ്മാഉൽ ഹുസ്ന ചൊല്ലി അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ദുആ ചെയ്യാൻ പോവാ. റബ്ബേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. നീ ഇജാബത്ത് തന്ന് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇജാബത്ത് തന്ന് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين يا الله. ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് റബ്ബേ. നീ ഗായിബായി മടക്കില്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രാർത്ഥനകൾക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്, നീ ഉത്തരം തരണേ അല്ലാഹ്. മടവൂർ ശൈഖുനാനെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനുഭാവനെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവേ ലക്ഷക്കണക്കിന് അസ്മാഉൽ ഹുസ്ന ഞങ്ങൾ ചൊല്ലി ആ അസ്മാഉൽ ഹുസ്നകൾ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളെ മജ്ലിസിൽ തങ്ങന്മാര് ആമീൻ പറയുന്നുണ്ട്, ഉസ്താദുമാര് ഹഫ്ളീങ്ങൾ മുതഅല്ലിമീങ്ങൾ ആമീൻ പറയുന്നുണ്ട്, പ്രായമുള്ള ഉമ്മമാര് വാപ്പമാര് ചെറുപ്പക്കാരികൾ ചെറിയ മക്കളടക്കം ഗർഭിണികളടക്കം കുഞ്ഞു മക്കളടക്കം ഞങ്ങളെ മജ്ലിസ് കാണുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് പ്രവാസ ലോകത്തിരുന്ന് രാജ്യത്തിന്റെ അകത്തും പുറത്തും ഇരുന്ന് കണ്ട് ആമീൻ പറയുന്നവരുണ്ട്. അവരൊക്കെ ഇബാദത്തിന്റെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തരണേ അല്ലാഹ്. ഈ മജ്ലിസിലിരിക്കുമ്പോ ഞങ്ങളെ മനസ്സിൽ നിനക്കറിയാലോ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, എല്ലാം നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ട്, ആ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. ഒരുപാട് രോഗങ്ങള് ഈ ശരീരത്തിലുണ്ട് അല്ലാഹ്. മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ ശിഫ നൽകണേ റഹ്മാനേ. തളർന്നു കിടക്കുന്നവരെ നീ എഴുന്നേൽപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് കാണണോ, ഞങ്ങൾക്ക് കേൾക്കണോ, അറിവിന്നിലാവിന്റെ തളർന്നു കിടക്കുന്ന കുടുംബങ്ങൾ എഴുന്നേറ്റ് നടന്നു എന്ന് ഞങ്ങൾക്കത് കേൾക്കണോ അല്ലാഹ്. ഞങ്ങൾ ഉറപ്പുണ്ട് നീ അതിന് ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന്. കാരണം ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഖുത്ബുൽ ആലം ശൈഖുനാ മടവൂർ സിഎം വലിയുള്ളാഹ്
നീ വലിയ കഴിവ് കൊടുത്ത മഹാനാണ്, നീ വലിയ പവർ കൊടുത്ത മഹാനാണ്. ആ മഹാനെ മുൻനിർത്തി ഞങ്ങളെ ചോദിക്കാണ്, തളർന്നു കിടക്കുന്നവരെ അവയവങ്ങൾക്ക് നീ ശക്തി പകരണേ അല്ലാ. മജ്‌ലിസിന്റെ വെള്ളത്തിലൂടെ ശക്തി പകരണേ അല്ലാ. ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങളെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. അറ്റാക്ക് സുഖപ്പെടുത്തണേ റഹ്മാനെ. കിഡ്നി തകരാറിലാരും സുഖപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ചെറിയ മോനാണ്, കിഡ്നി കംപ്ലൈന്റ് ആണ്, ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഉമ്മ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അല്ലാ, നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. മൈഗ്രീന്റെ വേദനയടക്കം തലവേദനകൾ മുഴുവനും, തലകയിൽ ചൊറി വരുന്നത്, തലമിന്നൽ വരുന്നത്, മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ വേദനകളും നീ മാറ്റണേ റഹ്മാനെ. ഞങ്ങളെ തലക്ക് നല്ല റാഹത്തും നല്ല സുഖവും നീ നൽകണേ റഹ്മാനെ. പ്രായത്തിനനുസരിച്ച് തലച്ചോറിന്റെ വളർച്ച കുറഞ്ഞവരെ റബ്ബേ നീ പൂർണ്ണമാക്കണേ റഹ്മാനെ. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞത് തിരിച്ചു നൽകണേ അല്ലാ. റബ്ബേ, തിരിച്ചു കിട്ടിയെന്ന സന്തോഷം ഞങ്ങൾ അറിഞ്ഞു. നീ വലിയവനാണ്, നീ വലിയവനാണ്, നീ വലിയവനാണ്, നീ വലിയവനാണ്. അൽഹംദുലില്ലാഹ്. പാവർട്ടി പാടൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ആ കുടുംബം സന്തോഷം പറഞ്ഞിട്ടുള്ളത്. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയെന്ന സന്തോഷം. അല്ലാഹുവേ, കാഴ്ച കുറഞ്ഞവർക്ക് നീ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. പലരും കണ്ണിന് തിമിരം ബാധിച്ച് കാഴ്ച കുറഞ്ഞവരുണ്ട്. രണ്ട് കണ്ണിനും നീര് വന്നുകൊണ്ട് അറിവിന്ദിലാവ് കാണുന്ന ചെറുപ്പക്കാരൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. ഇന്ന് ആ കൂട്ടുകാരന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് പ്രത്യേകം ആ കൂട്ടുകാരെ വിളിച്ചിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ, എന്റെ കണ്ണിന്റെ നീര് പോകൂലേ, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടൂലേ, എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും എനിക്ക് കാണാൻ കഴിയൂലേ. ആ കൂട്ടുകാരനെ സങ്കടപ്പെടേണ്ട മോനെ. അറിവിനിലാവ് ചരിത്രം സൃഷ്ടിച്ച മജ്‌ലിസാണ് മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ആ കാഴ്ച നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ കാഴ്ച കുറഞ്ഞവരുണ്ട്, കാഴ്ച തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. സംസാരിക്കാത്തവരെ അൽഹംദുലില്ലാഹ്, ഇതുവരെ ഒന്നും പറയാത്തവരെ അൽഹംദുലില്ലാഹ് ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വാപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാവ് കണ്ട് എന്തൊക്കെയോ ശബ്ദം പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹ്, നീ പരിപൂർണമായിട്ട് സംസാരശേഷി നീ കൊടുക്കണേ റഹ്മാനേ. സംസാരശേഷി നീ കൊടുക്കണേ റഹ്മാനേ. ഇന്ന് വൈകുന്നേരം കൊണ്ടോട്ടി ഭാഗത്ത് ഒരു കടയുടെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോ അല്ലാഹുവേ, ആ വീട്ടിലേക്ക് ചെന്നപ്പോ ചെറിയ മക്കൾ അവിടെയുണ്ട്. അറിവിനിലാവ് സദസ്സ് തുടങ്ങുമ്പോഴേക്ക് ആ മക്കളാ മുന്നിൽ വന്നിരിക്കും. എല്ലാവരെയും വിളിച്ചിരുത്താറുണ്ട്. സാദേ, ഞാൻ എല്ലാവരെയും കൊണ്ട് മജ്‌ലിസ് ചൊല്ലിപ്പിക്കാറുണ്ട്. അല്ലാഹു, ആ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അവിടെ ഒരു ചെറിയ കുഞ്ഞുമോനുണ്ട്, 4 വയസ്സുള്ള മോനാണ്. സംസാരം പരിപൂർണമായിട്ട് ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്, ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. ആ വീട്ടിലെ മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അവരിന്നാണ് ആ ഷോപ്പ് തുറന്നത്. അല്ലാഹ്, കടയിൽ നല്ല ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ, ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ. ടിഷ്യൂ പേപ്പറിന്റെ ഒരു ഷോപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അറിവിനിലാവിന്റെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ കന്നഡ ഷോപ്പിന്റെ ഉദ്ഘാടനം ഇന്നാണ് കഴിഞ്ഞത്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സലാം കയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനും പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ റഹ്മാനേ, ഖൈറ് കൊടുക്കണേ റഹ്മാനേ. അവരുടെ ഉമ്മ അറിവിനിലാവിന്റെ ഉമ്മയാണ്. അവരുടെ പ്രിയപ്പെട്ട ഭാര്യ സലാം ഖാന്റെ ഭാര്യ റബ്ബേ നീ പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാനേ. ഭവനങ്ങളിലും കുടുംബത്തിലൊക്കെ റാഹത്ത് കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ ഞങ്ങളെ മജ്‌ലിസ് കാണുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. റബ്ബേ, അവരുടെ ഭവനങ്ങളിലെല്ലാം നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്.
എല്ലാവരും അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. കല്യാണം ശരിയാക്കി തരണേ റഹ്മാനെ. കല്യാണം ശരിയാവാത്തത് നീ ശരിയാക്കണേ റഹ്മാനെ. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അസ്മാഉൽ ഹുസ്ന ബറക്കത്തുള്ള ഏറ്റവും വലിയ മഹത്വമുള്ള ദിക്റാ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ കല്യാണങ്ങളെ നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുടുംബങ്ങൾ തമ്മിൽ അകന്നു കഴിയുകയാണ്. ഭാര്യ ഭർത്താവ് പിണക്കത്തിലാണ്. അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ നീ പിണക്കല്ലേ അല്ലാ. നീ പിണക്കല്ലേ അല്ലാ. വേണ്ട മക്കളെ, ഒരാളോട് നമുക്ക് ദേഷ്യം വേണ്ട, ഒരാളോട് നമുക്ക് വൈരാഗ്യം വേണ്ട, ഒരാളോട് നമ്മൾ പിണങ്ങണ്ട. പിണക്കമെല്ലാം തീരുന്നതിന് മുമ്പ് അസ്റായിൽ എന്ന മലക്ക് പറന്നു വന്ന് നമ്മെ കൊണ്ടുപോയാലോ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകൂലേ? അതുകൊണ്ട് മനസ്സിലെ പക വേണ്ട. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ഇനി ആരോടും പിണങ്ങൂല റഹ്മാനെ. ഞങ്ങൾക്കിനി ആരോടും വൈരാഗ്യമില്ല തമ്പുരാനെ. അല്ലാഹ് ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ മക്കളില്ലാതെ വിഷമിക്കുന്നവരെ റബ്ബേ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഒരു പ്രിയപ്പെട്ട ഉമ്മ എന്ന് വല്ലാത്ത സങ്കടം പറഞ്ഞു. വാപ്പ വിദേശത്താ. പൊന്നുമോളെ ഒരുപാട് കടം വാങ്ങിയിട്ടാണ് കല്യാണം കഴിച്ചയപ്പിച്ചത്. പക്ഷേ പൊന്നുമോളെ പുതുമാരന്റെ കൂടെ പോകുന്നില്ല. മാസങ്ങളായി ആ കുടുംബം ഒരേ വിഷമത്തിലാണ്. ഒരു സ്വപ്നമാണ്, ആ മാതാപിതാക്കൾ സ്വപ്നമാണ്. ആ മോളെ മനസ്സിൽ മറ്റൊരാളോട് സ്നേഹം വന്നിട്ട് അല്ലാഹുവേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇതൊക്കെ പറയുന്നത്. ആ ഉമ്മ എത്ര കണ്ണുനീര് കുടിച്ചു മക്കളെ. ഉമ്മയുടെ കണ്ണുനീര് ശാപമാണ് മക്കളെ. ബാപ്പയുടെ കണ്ണുനീരിന് ഈ ദുനിയാവ് മുഴുവനും വില കൊടുത്താൽ മതിയാവൂല മക്കളെ. ഉമ്മ പറയുന്നതെന്തോ വാപ്പ പറയുന്നതെന്തോ അനുസരിക്കുന്നവർക്കാണ് അല്ലാഹു വിജയം തരുന്നതെന്ന് മറക്കണ്ട. അല്ലാഹ് പൊന്നുമോളെ മനസ്സിനെ ഒന്ന് നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. ആ ഉമ്മയും ബാപ്പയും ഒരുപാട് വിഷമത്തിലാണ്. എത്ര സങ്കടങ്ങൾ ഉണ്ടാകും ഒരു പൊന്നുമോളെ കല്യാണം കഴിച്ചയപ്പിക്കണമെങ്കിൽ. റബ്ബേ ആ കുടുംബത്തിൽ വന്ന ശർറുകളെല്ലാം ബാത്തിലാക്കി സമാധാനം കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, ഞങ്ങളെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഇന്നറിവിന്നിലാവിന്റെ കുടുംബമാണ് ഉസ്താദേ. ഇന്ന് ആ ഷോപ്പ് ഉദ്ഘാടനത്തിലേക്ക് ഒരു ചെറുപ്പക്കാർ വന്നിരുന്നു. ഉസ്താദ് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ വന്നതാണ്. ഞാനും എന്റെ ഭാര്യയൊക്കെ മജ്ലിസിൽ വെച്ച് വെള്ളം കുടിക്കാറുണ്ട്. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഉസ്താദ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ നിന്ന് വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര കുടുംബങ്ങളാ മക്കളില്ലാതെ വിഷമിക്കുന്നവരെ റബ്ബേ നല്ല മക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. മക്കളുണ്ടാകൂല എന്ന് ആര് പറഞ്ഞാലും ഇബ്രാഹിം നബിക്ക് ഒരുപാട് വൈകിട്ട് മക്കളെ കൊടുത്ത ഹന്നത്ത് ബീവിയിലൂടെ മറിയം ബീവി എന്ന പൊന്നുമോളെ നീ കൊടുത്തതാണല്ലോ തമ്പുരാനെ. ഭർത്താവിന്റെ സ്പർശനമില്ലാതെ മറിയം ബീവിയുടെ ഗർഭത്തിന്റെ അകത്ത് ഈസാ നബി എന്ന കുഞ്ഞുമോനെ ഗർഭം ധരിപ്പിച്ച അല്ലാഹ്, ആ ഗർഭത്തിന്റെ അകത്ത് കുഞ്ഞുമോനെ നൽകിയ അല്ലാഹ്. മക്കളില്ല, മക്കളുണ്ടാകൂല എന്ന് ആര് പറഞ്ഞാലും പുരുഷന്റെ സ്പർശനമില്ലാതെ മറിയം ബീവിയുടെ ഉദരത്തിന്റെ അകത്ത് കുഞ്ഞിനെ സമ്മാനമായി കൊടുത്ത അല്ലാഹ്, നീയാണ് ഞങ്ങളെ തമ്പുരാൻ, നിന്നിലാണ് ഞങ്ങളെ വിശ്വാസമല്ലാഹ്.
മടവൂര് ശൈഖുനാനെ തവസ്സിലാക്കി ഞങ്ങൾ ചോദിക്കുകയാണ്. ഖാസിം വലിയുള്ളാനെ തവസ്സിലാക്കി ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ മാസം മുഹിയദ്ദീൻ ഞങ്ങളുടെ മാസമാണ്. മുഹിയദ്ദീൻ ശൈഖ് ഞങ്ങളെ മുൻനിർത്തിയിട്ട് ഞങ്ങളെ ചോദിക്കുകയാണ്. ഖാജാ തങ്ങളെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ്. നെച്ചിക്കാട് പാപ്പാനെ മുൻനിർത്തി ഞങ്ങളെ ചോദിക്കുകയാണ്. ബദരീങ്ങളെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ്. മക്കളില്ലാത്തവർക്ക് നീ മജ്ലിസിന്റെ വെള്ളം കൊടുക്കലിലൂടെ റബ്ബേ നല്ല റാഹത്തുള്ള റിസൾട്ട് നീ കൊടുക്കണേ റഹ്മാനേ. മക്കളെ കൊടുക്കണേ അല്ലാഹ്, മക്കളെ കൊടുക്കണേ അല്ലാഹ്, മക്കളെ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഗർഭിണികൾക്ക് റാഹത്ത് കൊടുക്കണേ റഹ്മാനേ. വിഷമങ്ങളെല്ലാം മാറ്റണേ റഹ്മാനേ. സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചത് പൂർത്തിയാക്കണേ അല്ലാഹ്. വീട്ടിലേക്ക് വഴിയില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് അസ്മാഉൽ ഹുസ്നയുടെ പരിഹാരം കൊണ്ടൊരു വഴി കൊടുക്കണേ റഹ്മാനേ. കിണറ്റിൽ വെള്ളം കൊടുക്കണേ റഹ്മാനേ. ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനേ. കൂലി ജോലി എടുക്കുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, കച്ചവടം ബിസിനസ് തുടങ്ങിയിട്ട് പല ജോലികളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും നീ ബറക്കത്ത് തരണേ അല്ലാഹ്. റബ്ബേ കിട്ടുന്ന ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എവിടെയാണെന്ന് കാണുന്നില്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് തരണം, നീ ഞങ്ങൾക്ക് ബറക്കത്ത് തരണം. അതുകൊണ്ട് ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി തരണോ, കടങ്ങളെ വീട്ടാനുള്ള വഴികൾ കാണിച്ചു തരണോ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവരെ വിഷമങ്ങളെ, അവരെ സങ്കടങ്ങളെ നീ മാറ്റണേ റഹ്മാനേ. അവരെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. അവർക്ക് രണ്ട് ലോകത്തും നീ നന്മ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ ദീർഘായുസ് കൊടുക്കുക അല്ലാഹ്, ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ഞങ്ങളെ മക്കളെ, മരുമക്കളെ, പേരമക്കളെ, ചെറിയ മക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ നീ ശിഫ തരണേ അല്ലാഹ്, ശിഫ തരണേ അല്ലാഹ്, ശിഫ തരണേ അല്ലാഹ്. അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് ഖൈറ് കൊടുക്കണേ അല്ലാഹ്. പാവപ്പെട്ട എന്ന പുന്നാരവും ഖബറിലാണ്. അറിവിന്നിലാവ് കാണുന്നതിന്റെ ഇടയ്ക്ക് മരിച്ചുപോയവരുണ്ട്, ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ എന്റെ പാവപ്പെട്ട ഉമ്മയടക്കം ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചുപോയിട്ടുണ്ട് റഹ്മാനേ. അറിവിന്നിലാവ് നടക്കുന്ന ഈ മഹല്ലിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. ഈ മജ്ലിസ് കാണുന്നവരെ, ഈ മജ്ലിസ് പങ്കെടുത്തവരെ, അവരെ മഹല്ലിൽ നിന്ന് മരിച്ചുപോയവരെ, അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ റബ്ബേ അവരൊക്കെ ഖബറിലാണ്. ആ ഖബറിലേക്ക് ലക്ഷക്കണക്കിന് അസ്മാഉൽ ഹുസ്നയുടെ പ്രകാശം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആരുമില്ലല്ലോ, അവർക്ക് പാവമാണ്. ഖബറിൽ ഞങ്ങളെ ഉമ്മ ഒറ്റക്കാണ്, ഖബറിൽ ഞങ്ങളെ മാതാപിതാക്കൾ ഒറ്റക്കാണ്, ഖബറിൽ ഞങ്ങളെ ഭാര്യ, ഞങ്ങളെ ഭർത്താവ് ഒറ്റക്കാണ്. അല്ലാഹുവേ ചിന്തിക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അല്ലാഹ് ആ ഖബറിനെ നീ ഒറ്റപ്പെടുത്തല്ലേ തമ്പുരാനെ. ആ ഖബറുകളിലേക്ക് ഞങ്ങളെ ചൊല്ലി അസ്മാഉൽ ഹുസ്നയുടെ വിളിച്ച് അവർക്കൊരു കൂട്ടുകാരനാക്കി എത്തിക്കണേ റഹ്മാനേ. ഇരുളിനെ ഞങ്ങൾക്ക് പേടിയാണ്, ഖബറിന്റെ ഉള്ളിൽ ഇരുളാണ്. ആ ഇരുള് ഞങ്ങൾക്ക് വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലി അസ്മാഉൽ ഹുസ്ന അറിവിന്ദിലാവിന്റെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ മഹല്ലിൽ മറവട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങളെ ആ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അസ്മാഉൽ ഹുസ്നയുടെ കാവലെ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നൽകണേ റഹ്മാനേ. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് അസ്മാഉൽ ഹുസ്നയുടെ കാവൽ കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കേൾക്കുന്നവർക്ക് അസ്മാഉൽ ഹുസ്നയുടെ കാവൽ കൊടുക്കണേ അല്ലാഹ്. അപസ്മാരം ഇല്ലാതെയാക്കണേ അല്ലാഹ്. അപസ്മാരം
അപസ്മാരമില്ലാതെയാക്കണേ അല്ലാ, അപസ്മാരമില്ലാതെയാക്കണേ അല്ലാ. ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും രോഗങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്ന അതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിന് ശിഫ നൽകണേ അല്ലാ. മജ്ലിസിൽ കഴിക്കുന്ന മരുന്ന് വെച്ചവരുണ്ട്, ഫ്രൂട്ട്സ് വെച്ചവരുണ്ട്, വെള്ളം വെച്ചവരുണ്ട്. ഉസ്താദേ, എന്റെ കടയുടെ താക്കോൽ ഞാൻ മജ്ലിസിൽ വെക്കാറുണ്ട്, എന്റെ വാഹനത്തിന്റെ ചാവി ഞാൻ മജ്ലിസിൽ വെക്കാറുണ്ട്, ഞാൻ ടാക്സി ഡ്രൈവറാ, ഞാൻ ഓടിക്കുമ്പോ ഞാൻ ധരിക്കുന്ന കാക്കി ഷർട്ട് ഞാൻ മജ്ലിസിൽ വെക്കാറുണ്ട്. പാവങ്ങളാണ് റബ്ബേ, അവരൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് അവരത് വെക്കുന്നത്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ എന്ത് വെച്ചെന്നോ നിനക്കറിയാലോ. അതിലെല്ലാം മടവൂർ പാപ്പാനെ കൊണ്ട് നീ മന്ത്രിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അതിലെല്ലാം വലിയ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അതിലെല്ലാം വലിയ റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ശബ്ദം നിലനിർത്തി തരണേ റഹ്മാനെ. സിഹ്ർ ബാത്തിലാക്കിയിട്ട്, കണ്ണേറ് ബാത്തിലാക്കിയിട്ട്, അപ്പോര് ബാത്തിലാക്കിയിട്ട്, കാഫിർ ജിന്നിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട്, പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട്, ചതിയന്മാരുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട്, പാരവെക്കുന്നവരെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട്, ഞങ്ങളെ മനസ്സ് നന്നാക്കിയിട്ട്, ഞങ്ങൾക്ക് അസ്മാഉൽ ഹുസ്നയുടെ കാവല്, മടവൂര് ശൈഖുനാന്റെ കാവല് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് 10,000 മടവൂര് ശൈഖുനാന്റെ ഹദ്റത്തിലേക്ക് യാസീൻ ഓതിയിട്ടാണ് ഇരുന്നത്. അല്ലാഹുവേ, ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ആ യാസീൻ ഓതി എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസ് സ്വലാത്തു ശിഫയുടെ മജ്ലിസാണ്. സ്വലാത്തു ശിഫ, അത്ഭുത ശിഫ തരുന്ന സ്വലാത്ത്. ആ സ്വലാത്താണ് നാളെ നമ്മൾ ചൊല്ലുന്നത്. അതുകൊണ്ട് എല്ലാ അസുഖങ്ങളും മാറണം. അറിവിനിലാവിലേക്ക് എത്ര രോഗികളാണ് ദുആ വസിയത്ത് അറിയിക്കാറുള്ളത്. ചെറിയൊരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ മലവും മൂത്രവും ഒരു ദ്വാരത്തിലൂടെയാണ് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചെറിയൊരു കുഞ്ഞ്, ഒരു ചെറിയ ആൺകുഞ്ഞ്. 3 ഓപ്പറേഷൻ കഴിഞ്ഞാൽ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞു. 3 ഓപ്പറേഷൻ കഴിഞ്ഞു. ഉസ്താദെ, 4ാമത്തെ ഓപ്പറേഷനെ കൊണ്ടാണ്. 4ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ കൊണ്ടുപോകൂല, ഇനി ഞങ്ങൾ ആ മജ്ലിസിലേക്ക് കൊണ്ടുവരുള്ളൂ. അവിടെ നിന്ന് മാറിക്കിട്ടണം. കരഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് ഫോൺ വിളിക്കാൻ പോലും കഴിയുന്നില്ല. റബ്ബേ, അല്ലാഹ്, അത്രയും വലിയ ഡേഞ്ചർ കേസുകളാണ് ഓരോന്ന് കേൾക്കുന്നത്. അല്ലാഹുവേ, മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ റഹ്മാനെ. നീ ശിഫ കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ ഇവിടുന്ന് ദ്വാരക്കുമ്പോ പൊട്ടിക്കരഞ്ഞ് ആമീൻ പറയാൻ ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ബാപ്പമാരുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. എവിടെ ചെന്നാലും കുഞ്ഞെ, ഞാൻ അറിവിനിലാവിന്റെ ഉമ്മയാണ്, അറിവിനിലാവ് കഴിഞ്ഞിട്ടേ കിടന്നുറങ്ങാറുള്ളൂ, ആ മജ്ലിസ് കഴിഞ്ഞിട്ടേ ഉറങ്ങാറുള്ളൂ. എത്ര ഉമ്മമാര് ഞങ്ങൾക്ക് ആമീൻ പറയാനുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. അവരാണ് ഞങ്ങളെ വിജയം, അവരാണ് ഞങ്ങളെ തണൽ. ആ ഉമ്മമാർക്കും ബാപ്പമാർക്കും നീ ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. അവരെ അസുഖങ്ങളെ, അവരെ വിഷമങ്ങളെ, അവരെ സങ്കടങ്ങളെ, അവരെ വേദനകളെ റബ്ബേ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. കരഞ്ഞുകൊണ്ട് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാർ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ വീടിന്റെ വിളക്കാണ്, ഞങ്ങളെ ഉമ്മാമ്മമാര് ഞങ്ങളെ വീടിന്റെ തണലാണ്, ഞങ്ങളെ മഹല്ലിന്റെ തണലാണ്, ഞങ്ങളെ മജ്ലിസിന്റെ അത്താണികളാണ് അവരെ. അല്ലാഹ്, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഒരു വലിയ തങ്ങള് എന്നെ കണ്ടപ്പോ പറഞ്ഞു, സഖാഫി, ഒരുപാട് ഉമ്മമാര് ഉറങ്ങാതെ നിങ്ങളെ മജ്ലിസിലുണ്ട്. കാരണം എന്റെ ഉമ്മാമ പ്രായം ഒരുപാടായി, നിങ്ങളെ മജ്ലിസ് കഴിഞ്ഞിട്ടേ ഞങ്ങളെ ഉമ്മാമ ഉറങ്ങാറുള്ളൂ. ഒരു തങ്ങള് പറയാം. അതുകൊണ്ട് നിങ്ങളെ മജ്ലിസ് കാണുന്ന ഉമ്മാമമാരെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. ആ തങ്ങള് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹുവേ, ആ ഉമ്മാമമാർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. ഉപ്പാപ്പമാർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ബാപ്പമാരെ അല്ലാഹ് ജോലിയെല്ലാം മാറ്റിവെച്ച്, തിരക്കുകളെല്ലാം
മാറ്റിവെച്ച് മജ്ലിസ് ഒരു ദിവസം പോലും മുടക്കാത്തവര്, പ്രഭാഷണമാണെങ്കിലും മജ്ലിസാണെങ്കിലും കുറച്ചു നേരമെങ്കിലും അതിന്റെ ബർക്കത്തെടുക്കാൻ അത് കാണും. ക്ഷീണം വരുമ്പോ ഉറങ്ങും, പക്ഷെ അവരെ ക്ഷീണം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവര് ഞങ്ങളെ മജ്ലിസിന്റെ വിജയമാ. ചെറിയ മക്കളുണ്ട് ഞങ്ങൾക്ക്, അറിവിനിലാവിന് ഒരുപാട് ചെറിയ മക്കളുണ്ട്. അറിവിനിലാവിന്റെ പൂമ്പാറ്റകളാണ് അവര്. റബ്ബേ, ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് മൊബൈലൊക്കെ ഓണാക്കി വെള്ളം കൊണ്ടുവച്ചിരുന്ന് മജ്ലിസിലിരുന്ന് ആവേശത്തോടെ അല്ലാഹ് അല്ലാഹ് ചൊല്ലി ആവേശത്തോടെ മടവൂർ ശൈഖുനാനെ വിളിക്കുന്ന ഒരുപാട് ചെറിയ മക്കള്, ആ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. പ്രവാസ ലോകത്തിൽ നിന്ന് കാണുന്ന എത്രയോ കുടുംബങ്ങള്, അല്ലാഹ് അവർക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ റഹ്മാനെ. അതുകൊണ്ട് നാളത്തെ മജ്ലിസ് സ്വലാത്തു ശിഫയുടെ മജ്ലിസാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സ്വലാത്തു ശിഫ, ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലൈവിൽ സ്ക്രീനിൽ ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോ എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ്, ഒരുപാട് രോഗികളുണ്ടാവും, അവർക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓർമ്മപ്പെടുത്താം. നാളത്തെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് സ്വലാത്തു ശിഫയുടെ മജ്ലിസാണ്. ആ മജ്ലിസിൽ നമ്മൾ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് 35 സ്വലാത്ത് നമുക്ക് ചൊല്ലണം. 35 എന്നുള്ളത് മടവൂർ ശൈഖുനാന്റെ ഒരു അദദാണ്. അപ്പൊ 35 സ്വലാത്ത് ശിഫ, സ്വലാത്ത് തിബ് എന്ന് പറയും, അഥവാ ശിഫയുടെ സ്വലാത്ത്, ശിഫയുടെ സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മളെ മജ്ലിസിൽ ഒരുപാട് രോഗികളുണ്ട്. നമ്മളൊക്കെ രോഗികളാണ്. നമുക്കൊന്നല്ലെങ്കിൽ ഒന്ന്, വലിയ രോഗം അല്ലെങ്കിൽ ചെറിയ രോഗം, ഒന്നിരിക്ക് അലർജി അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ കഫക്കെട്ട്, ഒരു തലവേദന പോലും ഇല്ലാത്തവരും ആരും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരു ക്ഷീണമെങ്കിലും ഉണ്ടാവും. ആ ക്ഷീണമൊക്കെ മാറണം, വിഷമങ്ങളൊക്കെ മാറണം. 10,000 നമ്മുടെ കൂടെ ചൊല്ലാണ്ടാവും. നാളത്തെ സ്വലാത്തു ശിഫയുടെ മജ്ലിസിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 10 മിനിറ്റ് ദുആ വസിയത്ത് വായിക്കാണ്. ക്ഷീണമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഉറങ്ങാം, കുഴപ്പമില്ല. സമയം വല്ലാതെ വൈകണ്ട. നിങ്ങൾക്കും ഞങ്ങൾ ദുആ ചെയ്യുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. പ്രായമുള്ള ഒരുപാട് ഉമ്മാമമാരുണ്ടാവും, ഗുളിക കഴിക്കുന്നവരുണ്ടാവും, മരുന്ന് കഴിച്ചിട്ട് ഷുഗറുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഉറക്കൊഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അറിയാലോ. അതുകൊണ്ട് ക്ഷീണം തോന്നിയാ നിങ്ങൾക്ക് ഉറങ്ങാം, ഒരു പ്രശ്നമില്ല. ഉസ്താദ് നിങ്ങൾക്കൊക്കെ ദുആരക്കും. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 മിനിറ്റ് ദുആ വസിയത്ത് വായിച്ചിട്ട് അറബിയിലുള്ള ഒരു 5 മിനിറ്റ് ചെറിയൊരു ദുആ നമ്മളെ ദുആരന്നിട്ട് പിരിയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. മലപ്പുറത്ത് നിന്ന് മരിച്ചുപോയ നരിപ്പറ്റ മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹ് അവരെ ഖബറിനെ സ്വർഗ്ഗാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കുടുംബങ്ങളെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കമ്മുകാക്ക ഉദ്ദേശം ഇൻഷാ അല്ലാഹ് മുറാദ് ഹാസിലാവാൻ അല്ലാഹുവേ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ ഞങ്ങൾ മുറാദ് ഹാസിലാവും ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അല്ലാഹ് നീ ഖൈറായി നിലക്ക് പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ അതിലൂടെ നീ ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ. അവരുടെ മുറാദിനെ ഹാസിലാക്കണേ റഹ്മാനെ. മോന്റെ കല്യാണം നീ ഖൈറിലാക്കണേ റഹ്മാനെ, റാഹത്തിലാക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുക അല്ലാഹ്. എല്ലാവരെയും നിന്ന് കടങ്ങളെല്ലാം വീടണം, ജോലിയിൽ നല്ല ബർക്കത്തുണ്ടാവണം, ഹലാലായി മുറാദ് ഹാസിലാവണം. അല്ലാഹുവേ അവരുടെ മനസ്സിലുള്ള മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ റഹ്മാനെ. സംഭാവന തന്നവർ ഒരുപാട് കുടുംബങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അറിവിനിലാവിന്റെ ഒരുപാട് കുടുംബം ഉണ്ടാവും. ഇന്ന് പോരുന്ന വഴിക്ക് കക്കടിപ്പുറത്ത് അവിടെ കയറി, അവിടെ ഉണ്ടായിരുന്ന അറിവിനിലാവിന്റെ ഒരുപാട് കുടുംബങ്ങൾ. അവര് ഒരുപാട് വിഷമത്തിലാണ്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. അവര് മോനിവിടെ വന്നിരുന്നു. വരുന്ന പിറ്റേന്ന് തന്നെ അൽഹംദുലില്ലാഹ് വിസ റെഡി ആയിട്ടുണ്ട്, റാഹത്തായിട്ടുണ്ട്. ഇനി അത് ഖൈറാവണം. അല്ലാഹു അത് ഖൈറാക്കി കൊടുക്കട്ടെ. മോന്റെ വലിയ മോന്റെ ജോലി അവിടെ ചൊല്ലിയാണ്, അവിടെ നിന്ന് ജോലി റെഡി ആവണം. അല്ലാഹു ശരിയാക്കി കൊടുക്കട്ടെ. വീടിന്റെ തറയെ കെട്ടിട്ടുണ്ട്. ആ തറ ഇന്ന് ഞാൻ കണ്ടു. അവിടെ നിന്ന് മടവൂർ ശൈഖുനാന്റെ പേരില് ഫാത്തിഹ ഓതി അല്ലാഹു ആ വീട് നല്ല റാഹത്തിൽ ഉയർന്നിട്ട് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. മറ്റൊരു മോന് മക്കളില്ല, അല്ലാഹു നല്ല മക്കളെ കൊടുക്കട്ടെ. അവരെ വീടുമനെയും അല്ലാഹു റാഹത്തിലാക്കട്ടെ. അവരുടെ അസുഖങ്ങളും വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് കടങ്ങളൊക്കെ വീടണം, ദുആ ചെയ്യണം. ഒരുപാട് കുടുംബങ്ങള് തൃശ്ശൂരിൽ നിന്ന് ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ചെന്നപ്പോ അവിടെ നിന്ന് ദ്വാ ചെയ്യാൻ ഒരുപാട് കുടുംബങ്ങള് പ്രത്യേകം ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടാവും. അറിവിനിലാവിന്റെ കുടുംബങ്ങളാണ് ഞങ്ങള്. ഉസ്താദ് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ഞങ്ങൾ വന്നതാണ്. ദ്വാരിക്കണം, ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ എന്നോ ടിവിയിലൂടെ മൊബൈലിലൂടെയാണ് ഞങ്ങൾ ഇതൊക്കെ കാണുന്നത്. ഉസ്താദിനെ നേരിട്ട്
നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് കുറെ ദൂരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്, അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരനാ മതി എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്നാലും അറിവിലാവിന്റെ കുടുംബങ്ങളുണ്ട്. റബ്ബേ, അവർക്കൊക്കെ നീ ബറക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ, സന്തോഷം ഏറ്റിക്കൊടുക്കണേ അല്ലാ, റഹ്മത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ, ഖൈർ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ മഞ്ഞപ്പെട്ടിയിൽ പോയപ്പോ അവിടെയുണ്ട് മജ്‌ലിസ് കാണുന്ന ഒരുപാട് കുടുംബങ്ങള്. അല്ലാ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, അവരുടെ വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാവരെയും വീട് പണി തേപ്പിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, അത് കുറഞ്ഞ റേറ്റിൽ കിട്ടണം. മരുമകന്റെ ജോലി ബറക്കത്തുണ്ടാവണം, ശമ്പളം കൂട്ടി വരണം, പ്രത്യേകം ദുആരിക്കണം. ചെറിയ ആങ്ങളയുടെ കച്ചവടത്തിൽ നല്ല ബറക്കത്തുണ്ടാകും. കട വീടാണ്, ചെറിയ മോള് ഉറക്കത്തിൽ നിന്ന് പേടിച്ച് കരയാണ്. അല്ലാഹ് അസ്മാഹുൽ ഹുസ്ന അതിന്റെ ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരിയുടെ മുറാദുകൾ മുഴുവനും ഹാസിലാക്കണ റഹ്മാനെ. വീട് എന്നുള്ളത് ഞങ്ങളൊരു സ്വപ്നമാണ്. അറിവിനിലാവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ആ വീടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീട് പെട്ടെന്ന് കയറിയിട്ട് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അറിവിനിലാവ് കാണണം, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വാടക വീട്ടിലിരുന്ന് അറിവിനിലാവ് കാണുന്നവരുണ്ട്, അവർക്ക് സ്വന്തമായിട്ടൊരു വീട് കൊടുക്കണേ റഹ്മാനെ. സ്വന്തമായിട്ടൊരു വീട് കയറ്റിയിട്ട് ആ വീട് പണി പൂർത്തിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, വീട് പണി പൂർത്തിയായിട്ട് ആ വീട്ടിലിരുന്ന് അറിവിനിലാവ് കാണാൻ നീ പെട്ടെന്ന് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ആങ്ങളയുടെ കച്ചവടത്തിലൊക്കെ നല്ല ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. മരുമോന്റെ ജോലിയിൽ നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. അല്ലാഹുവേ, നീ ഖൈർ നൽകണേ റഹ്മാനെ, നീ റാഹത്ത് നൽകണേ റഹ്മാനെ, നീ സന്തോഷം നൽകണേ റഹ്മാനെ. പുല്ലാറിയിൽ അബ്ദുൽ അസീസ് എന്നവർ ഉസ്താദെ ദ്വാരക്കണം, എന്റെ മകൻ അവന് അനുസരിച്ച് നല്ലൊരു കല്യാണം ശരിയാവണം അല്ലാഹ്, നീ ശരിയാക്കി കൊടുക്കുക അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ശരിയാക്കി കൊടുക്കുക അല്ലാഹ്. ശരീരം ഒന്ന് നന്നാവണം അല്ലാഹുവേ, നല്ല ആരോഗ്യം കൊടുക്കുക അല്ലാഹ്. നല്ല മോനാണ്, നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ടെൻഷനൊക്കെ മാറ്റി കൊടുക്കുക അല്ലാഹ്. മക്കളെ ജോലിയിലും ബിസിനസ്സിലും ബറക്കത്ത് ഏറ്റി കൊടുക്കുക അല്ലാഹ്. ദീനീ പഠനത്തിനും വിദ്യാഭ്യാസത്തിനും നല്ല ബുദ്ധി ഉണ്ടാവാനും ദ്വാരക്കണം. എന്റെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാവാൻ ദീർഘായുസ്സിന് വേണ്ടി ദ്വാരക്കണം. അബ്ദുൽ അസീസ് എന്നവരെ റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെ ആഗ്രഹങ്ങളെ മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. സന്തോഷം കൊടുക്കണേ റഹ്മാനെ, ഖൈർ കൊടുക്കണേ അല്ലാഹ്. എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ അസീസ് അവരുടെ കുട്ടി എന്നവര് റിയാദിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവരുടെ ജോലിയിലും സമ്പത്തിലും ബറക്കത്തുണ്ടാവണം അല്ലാഹ്. കൂട്ടുകാരന് വേണ്ടിയിട്ടുള്ള ദുആഗ് ഇജാബത്തുള്ള ദുആ ആണെന്ന് മുത്തുനബി ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ദുആവസിയത്ത് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരാണ്. അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവർക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ദീർഘായുസ്സും ഉണ്ടാവാൻ ദുആ ചെയ്യണം, പ്രത്യേകിച്ച് ദ്വാരക്കണം. അവർ ക്ലാസ്സൊക്കെ അവിടെ നിന്നും പങ്കെടുക്കാറുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അറിവിനിലാവ് കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരൻ മഞ്ചേരിയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഉസ്താദിന്റെ അടുത്ത് വന്നിരുന്നു. കൈയിന്റെ വേദന ശക്തിയായിട്ടുണ്ട്, 2-3 ദിവസം നല്ല സുഖമായിരുന്നു, ഇപ്പൊ വേദനയുണ്ട്. റബ്ബേ, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്തുകൊണ്ട് ആ കൂട്ടുകാരന്റെ വേദന നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നല്ലൊരു ചെറുപ്പക്കാരനാണ്, കൈ നല്ല ചുമട് തൊഴിലാളിയാണ്, നല്ല ചുമട് തൊഴിലാളികൾ അല്ലാഹു ചുമട് തൊഴിലാളികൾക്കൊക്കെ അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, ഇപ്പൊ ഓട്ടോക്കെ കുറവാണ്, നല്ല ബറക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ. ഓട്ടം കുറവാണെങ്കിലും ഉള്ളതിലൊരു ബറക്കത്തുണ്ടായ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. നിങ്ങൾ ഓട്ടോറിക്ഷയാണെങ്കിലും ടാക്സി വാഹനാണെങ്കിലും വാഹനത്തിൽ കയറി ഉടനെ മടവൂർ പാപ്പാക്ക് ഫാത്തിഹ ഓതാം. അന്നത്തെ ദിവസം നിങ്ങൾക്ക് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കിട്ടുന്നതിൽ അല്ലാഹു ബറക്കത്ത് തരും. നിങ്ങൾ ശൈഖുനാക്ക് ഫാത്തിഹ ഓതിയിട്ട് വേണം വാഹനത്തിൽ കയറാൻ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം തരട്ടെ. അല്ലാഹു ആ കൂട്ടുകാരന്റെ ചുമട്ട് തൊഴിലാളിയാണ്, കയ്യിന് ഉയരുന്നില്ല, കൈ വല്ലാത്ത വേദന കൊണ്ട് ആ കൂട്ടുകാരൻ കരയാൻ. റബ്ബേ, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ആ കൂട്ടുകാരന്റെ അസുഖം നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഹസീന തിരുവനന്തപുരം, രണ്ടാം ഭാര്യ ആദ്യ ഭാര്യ വല്ലാതെ ബുദ്ധിമുട്ടിക്കാണ്, ഞാനുമായി അടുപ്പമുണ്ടാകാൻ പ്രത്യേകം ദുആ ചെയ്യണം. 2 ഭാര്യയായില്ലേ, ഇനി അത് സന്തോഷത്തിൽ മുന്നോട്ട് പോവുക. അല്ലാഹു പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരട്ടെ, സമാധാനം തരട്ടെ. ആ 2 ഭാര്യമാരെയും 2 പേർക്കും ഒരു കുറവും വരാതെ നല്ലതുപോലെ നോക്കാൻ ആ ഭർത്താവിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. 2 ഭാര്യമാരും ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഐക്യവും സ്നേഹവും
സ്നേഹം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ കുടുംബത്തിലൊക്കെ എന്നും സ്നേഹം നിലനിർത്തി തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് കാവന്നൂരിൽ നിന്ന് തെസ്നിയുടെ പറയ തെസ്നിയുടെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ICUവിലാണ്. വേദനയാണ്. വയറ്റിലുള്ള കുട്ടി പകുതി നീരിലാണ് കിടക്കുന്നത്. ഡോക്ടർ പറഞ്ഞു 4 മാസം ഗർഭിണിയാണ്. കുട്ടിയെ കളയേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അല്ലാഹ്, കുട്ടിയുടെ ആയുസ് നീ നീട്ടിക്കൊടുക്കണേ റഹ്മാനെ. ഒരു കുഴപ്പമില്ലാതെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഉസ്താദ് ദുആരിക്കണം. വളരെ സങ്കടത്തിലാണ് അവളെ കാര്യം. ഉസ്താദെ, ഇന്ന് ദുആയിൽ ഉൾപ്പെടുത്തണം. കാവന്നൂരിൽ നിന്ന് ഹനീഫ എന്നവര് വളരെ സങ്കടത്തിലാണ്. അവരുടെ ഉമ്മ കാലിന്റെ മുട്ടുപൊട്ടി കിടക്കുകയാണ്. അല്ലാഹുവേ, മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്, ഖാസിം റളിയല്ലാഹു തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, അറിവിന്നിലാവിന്റെ ബറക്കത്ത് കൊണ്ട്, ആ കുഞ്ഞുമോളെ വയറ്റിന്റെ കച്ച വളരുന്ന കുഞ്ഞിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ പൊന്നുമോൾക്ക് അതിന്റെ ഒരു പ്രശ്നവും നീ കൊടുക്കല്ലേ റഹ്മാനെ. നീ കൊടുക്കല്ലേ തമ്പുരാനെ. നീ കൊടുക്കല്ലേ തമ്പുരാനെ. നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. മങ്കട എന്റെ ഭർത്താവ് നാട്ടിൽ നിന്ന് വന്നിട്ട് 1 വർഷമായി. ജോലിയൊന്നുമില്ല. എന്റെ മകൻ 18 വയസ്സായി. കഞ്ചാവ് മയക്കുമരുന്ന് കടിമയാണ്. അവനൊരു വിസ വന്നിട്ടുണ്ട്. നാളെ കൊറോണ ടെസ്റ്റാണ്. നെഗറ്റീവ് ആവാൻ ദുആ ചെയ്യണം. അവിടെ നല്ല ജോലി ഉണ്ടാവണം. അവന്റെ മനസ്സ് നന്നാക്കിയിട്ട് റബ്ബേ നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനേ. ഇന്നൊരു കുടുംബം വിളിച്ചിരുന്നു ഉസ്താദെ. അറിവിനിലാവ് കാണുന്ന കുടുംബമാണ്. ബാപ്പ വിദേശത്ത് പോവാൻ ടിക്കറ്റ് എടുത്തു. ഇന്ന് കൊറോണ ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് പോസിറ്റീവാ. അറിവിനിലാവ് കാണുന്ന കുടുംബമാ. വല്ലാതെ തളർന്നു പോയി ഞങ്ങളെ. അപ്പേ അവരെ മനസ്സിന് നീ ശക്തി പകരണേ റഹ്മാനെ. നീ ശക്തി പകരണേ റഹ്മാനെ. ആ റിസൾട്ട് പെട്ടെന്ന് അടുത്ത ടെസ്റ്റിൽ തന്നെ നീ നെഗറ്റീവാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. ഞങ്ങളെ പ്രവാസികളെ ശൈഖുനാന്റെ കാവലിലാക്കണേ അല്ലാഹ്. അവർക്ക് ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഒറ്റപ്പെടുത്തല്ലേ റഹ്മാനെ. അവർക്കൊരു നഷ്ടങ്ങളും കൊടുക്കല്ലേ അല്ലാഹ്. വീട് പണി തുടങ്ങാൻ ദുആ ചെയ്യണം. അല്ലാഹു അത് റാഹത്താക്കട്ടെ. ബ്ലീഡിംഗ് മാറാൻ ദുആ ചെയ്യണം. അല്ലാഹ് നീ അത് സുഖപ്പെടുത്തണേ റഹ്മാനെ. പാവണ്ണയിൽ അല്ലാഹു സലാമത്താക്കട്ടെ. സ്ഥലം പെട്ടെന്ന് കച്ചവടമാവണം. ഉമ്മന്റെ ഊരവേദന സുഖാനം. സ്ഥിരമായി ജോലി ഉണ്ടാവണം. കടങ്ങൾ വീടണം. അല്ലാഹുവെ, പെട്ടെന്ന് അത് കച്ചവടമാക്കിയിട്ട് ഉമ്മന്റെ ഊരവേദനയൊക്കെ മാറ്റി റബ്ബേ. ഊരവേദനയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. അവരെ ഊരവേദനയ്ക്ക് നീ മാറ്റി അല്ലാഹ്. നാളത്തെ സ്വലാത്ത് ശിഫ ചെല്ലുമ്പോ നിങ്ങൾക്ക് ആ ഊരവേദനയുള്ള ഭാഗത്തൊക്കെ നിങ്ങൾ കൈവെക്കുക. അത്ഭുതമായിട്ട് അല്ലാഹു മാറ്റി തരുന്നത് നിങ്ങൾ അനുഭവത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ അനുഭവത്തിൽ നാളത്തെ മജ്‌ലിസിൽ ഒരുങ്ങിയിരിക്കുക. അല്ലാഹു പങ്കെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ, കടം വീടാൻ ദ്വാരിക്കണം. മക്കൾക്ക് നല്ല പഠിപ്പുണ്ടാവാൻ ദ്വാരിക്കണം. മഞ്ചേരിയിൽ നിന്ന് അല്ലാഹുവേ നീ നന്നാക്കി റഹ്മാനെ. നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് കൂടി വായിക്കാം. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദ്വാരിക്കാം. സമയം വല്ലാതെ വൈകണ്ട. അല്ലാഹു എല്ലാവരും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്ത് അറിയിച്ച ധാരാളം കുടുംബങ്ങളുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കുറെ ദുആ വസിയത്ത് നോക്കി. ഒന്ന് ഒഴിഞ്ഞിരുന്നപ്പോ കുറെ ദുആ വസിയത്ത് വായിച്ചു. ഒരുപാട് വായിച്ചപ്പോൾ ഒരുപാട് സങ്കടമായി. കാരണം അങ്ങനെയാണ് ഓരോ സങ്കടങ്ങളും കേൾക്കുന്നത്. ഓരോ വിഷമങ്ങളും അല്ലാഹ് നീ സലാമത്താക്കണേ അല്ലാഹ്. നീ സലാമത്താക്കണേ അല്ലാഹ്. തലശ്ശേരിയിൽ നിന്നൊരു കുടുംബം വിളിച്ചിരുന്നു. മജ്‌ലിസ് കാണുമ്പോ ഇളകാണ് ഉസ്താദെ. തല കൊണ്ട് ചുമരിൽ ഇടിക്കുകയാണ്. അല്ലാഹ് നീ അത് ആ പ്രിയപ്പെട്ടവർക്ക് നീ സുഖം കൊടുക്കണേ റഹ്മാനെ. നിങ്ങൾ ചൊല്ലുന്ന മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ടാണത്. അല്ലാഹു ആ പ്രിയപ്പെട്ടവർക്ക് ശിഫ കൊടുക്കട്ടെ. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. മുഹമ്മദ് ഫസ്സ
കോഴിക്കോട് നിന്ന് ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ ഇൻഷാ അല്ലാഹ്, നമ്മുടെ മുഹമ്മദ് ഫസ അബ്ദുൽ ലത്തീഫ് എന്നവരുടെ മോനെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് ഒരു ഉപഹാരം ആ പൊന്നുമോൻ വരച്ചിട്ട് ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കും. മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പൊന്നുമോൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്നേഹം നിറഞ്ഞ ഉസ്താദെ മുഹമ്മദ് ഫസ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. റമദാനിൽ തുടങ്ങം മുതൽ ഉസ്താദിന്റെ കൂടെ ഉമ്മയും ഉപ്പയും ഇത്താത്തയും ഞാനും മർമിദിലാവും മജ്ലിസ് കഴിഞ്ഞിട്ടേ ഉറങ്ങാറുള്ളൂ. എന്റെ സ്വന്തം കൈകൊണ്ട് വരച്ച് കളർ ചെയ്ത ഫ്രെയിം ഉണ്ടാക്കി അത് ഒരു കോപ്പി ഉസ്താദിന് തരണമെന്ന് നബിദിനത്തിന്റെ മുമ്പേ എത്തിക്കണമെന്നായിരുന്നു. അഡ്രസ് കിട്ടാൻ വൈകിയതായി സാധിച്ചില്ല. ഇപ്പൊ കിട്ടി. എന്റെ ഇക്കാക്ക ഖത്തറിലാണ്. എന്റെ ഇത്താത്ത ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. കേൾവിയില്ല എങ്കിലും ഉസ്താദിന്റെ പരിപാടി കണ്ട് ഇരിക്കും. അല്ലാ ആ പൊന്നുമോൾക്ക് നീ അത്ഭുതമായിട്ട് നീ റാഹത്തായി ശിഫ കൊടുക്കണേ റഹ്മാനെ. ആ കുഞ്ഞുമോനെ നീ അനുഗ്രഹിക്കണേ. അല്ലാ കുഞ്ഞുമോൻ വരച്ചതാണ്. മാഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ റബീ നിലാമി വരച്ച ഒരുപാട് മക്കളുണ്ടായിരുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത്താത്താന്റെ വിവാഹാലോചന ശരിയാവണം. ഉമ്മമ്മയുടെ കൂടെ ഞാനും ഇത്താത്ത ഒരുപാട് മഹാന്മാരുടെ അടുത്തേക്ക് സിയാറത്തിന് പോയിട്ടുണ്ട്. മാഷാ അല്ലാഹ് നല്ലൊരു കുടുംബമാണ്. നല്ലൊരു കുടുംബമാണ്. അല്ലാഹു ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അവരെ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റട്ടെ. അവരെ സങ്കടങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുത്ത് സലാമത്ത് കൊടുക്കട്ടെ. അങ്ങനെ അൽഹംദുലില്ലാ കാരണവർ ഹാഷിമിന്റെ ഓപ്പറേഷൻ നല്ല നിലയിൽ കഴിഞ്ഞു. ഇപ്പൊ റൂമിലേക്ക് മാറ്റി ഓർമ്മശക്തി പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹു സന്തോഷലാക്കട്ടെ. USA-യിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചിരുന്നു. അവർക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് ദുആ ചെയ്യണം. അവന്റെ കുടുംബാണ്. അമേരിക്കയിലുള്ള കുടുംബാണ്. അല്ലാഹു അടുത്ത ടെസ്റ്റ് അല്ലാഹു നെഗറ്റീവ് ആക്കട്ടെ. ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് അറിവിന്ദിലാവ് കാണുന്ന ഞങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കണം ഇൻഷാ അല്ലാഹ്. ചുക്ലി ആബിദ് അവരുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ മജ്ലിസ് കാണുമ്പോൾ വീട്ടിൽ ഇളക്കമുണ്ട്. അല്ലാഹു ഇളക്കം മാറ്റി കൊടുക്കട്ടെ. ശർറുകൾ അല്ലാഹു ബാത്തിലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഞാൻ കുറ്റിപ്പുറത്ത് സുഹൈല കുറച്ച് ദിവസം മുമ്പ് ചൊറി മാറാൻ ദുആ പറഞ്ഞിരുന്നു. ഇപ്പോ അത് ഭേദമായി. ഇനി ചൊറി ഉണ്ടായിരുന്ന അവിടെ ഒരു കറുപ്പ് കലയുണ്ട്. അതുകൊണ്ട് പോകണം. നിങ്ങൾ വെള്ളം ചൊളി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. വീട് പെട്ടെന്ന് പൂർത്തിയാവാനും ബിസിനസിന് കൊടുത്ത കാശ് കിട്ടാൻ ദുആ ചെയ്യണം. റഫീഖ് റബ്ബേ നീ അത് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ കുടുംബാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ഗ്രൂപ്പിലുള്ള ആളുകൾ 16 ലക്ഷത്തോളം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. വർഷങ്ങളായി കുട്ടികളില്ലാത്തവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നല്ല മക്കളെ കൊടുക്കട്ടെ. നല്ല മക്കളെ റബ്ബേ നീ കൊടുക്കണേ അല്ലാ. ആനക്കയം പെരുമ്പലം 3 വയസ്സുള്ള കുട്ടി 2 ദിവസം മുമ്പ് വീണ് ഞരമ്പിന് പ്രശ്നമുണ്ട്. പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലാണ്. നെഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ എമർജൻസിയാണ് റബ്ബേ നീ റാഹത്താക്കണേ റഹ്മാനെ. അറിവിന്ദിലാവിൽ ഒരു കുടുംബം പന്നാലംകുന്ന് ഉസ്മാൻ ഇന്നലെ വണ്ടി ആക്സിഡന്റ് ആയി മരണപ്പെട്ടു. അറിവിന്ദിലാവ് കാണുന്നവരായിരുന്നു റബ്ബേ. അവരെ ഖബറിനെ സ്വർഗ്ഗാക്കണേ റഹ്മാനെ. ഞങ്ങളും അങ്ങനെയാണ്. അറിവിന്ദിലാവ് ഞങ്ങളും കാണുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങളെ പേരും ഇങ്ങനെ സദസ്സിൽ പറയും. അല്ലാ ഈ ഉസ്മാനിക്ക ഞങ്ങൾ അറിവിന്ദിലാവ് കണ്ട പ്രിയപ്പെട്ടവരായിരുന്നു. ഇന്ന് ഉസ്മാനിക്ക ഖബറിലാ റബ്ബേ. അവരെ ഖബറ് ഈ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ അവർക്ക് വേണ്ടി ആമീൻ പറയാണ്. ഇതാണ് ഈ മജ്ലിസിന്റെ ഒരു വലിയ ഭാഗ്യം. നമ്മൾ മരിച്ചാൽ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് ആമീൻ കിട്ടും. നമുക്ക് ഒരുപാട് ഫാത്തിഹ കിട്ടും. നമുക്ക് റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. ബഷീർ കോയിച്ചന വീട് പണിയൊക്കെ പൂർത്തിയാവണം. കടങ്ങൾ വീടണം. ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മകളുടെ പല്ല് 1.5 വർഷമായി പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സംഭാവന അയച്ചിട്ടുണ്ട് റബ്ബേ. മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. 5 വയസ്സാണ് മകൾക്ക്. ടൈമായാൽ മോളാണ് പ്രോഗ്രാം വെക്കുന്നത്. 2 കുട്ടികളാണുള്ളത്. ഹിഫ്ളിന് പഠിക്കുന്നുണ്ട്. റാഹത്താവാ ദുആ ചെയ്യണം റബ്ബേ. നീ റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. ഖൈറാക്കി കൊടുക്കണേ റഹ്മാനെ. ബ്ലഡ് ബാങ്ക് ഇൻഷാ അല്ലാഹ്. ഷഹാന ടീച്ചർ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് സഹീർക്ക കൂട്ടായി ഇവിടെ വന്നിരുന്നു. സഹീർക്ക ഒരു ഫോട്ടോഗ്രാഫറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിന് നീര് വന്ന് ബ്ലഡ് ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ അസുഖം സുഖമായിട്ട് സഹീർക്കാക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്.
റിയാസ് മക്കളുണ്ടാവാ ദ്വാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഇന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് കണ്ടപ്പോ ആ കൂട്ടുകാരൻ ഓടി വന്ന് ദ്വാരിക്കാൻ പറഞ്ഞ മക്കളില്ല. അല്ലാ നല്ല മക്കളെ കൊടുക്കുക. അനസ് കരേക്കാട് നിന്ന് ഇന്ന് അവിടെ നിന്ന് കണ്ടപ്പോ സാറേ ഞങ്ങളെ കുടുംബം സംഭാവന എന്നിട്ടുണ്ട് ദ്വാരിക്കണം എന്ന് പറഞ്ഞ് അനസിന്റെ കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കുക. അള്ളാഹുള്ള ഇബ്രാഹിം കുട്ടിയാജി പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേനെ ഖൈർ കൊടുക്കുക. അള്ളാഹ് പാക്കടപ്പുറയിൽ നിന്ന് ചെയ്തലുകാക്ക കടറാഹത്തായി വിറ്റുപോവണം. വിഷമങ്ങളൊക്കെ മാറണം. മുറാദുകളൊക്കെ ആശിലാവണം. മാഹത്താക്കുക. അള്ളാഹ് ഓമശ്ശേരിയിൽ നിന്ന് ഷർബാത്തിലാവണം. മോന്റെ കല്യാണം ശരിയാവണം. മോൻ നിസ്കരിക്കണം. പെട്ടെന്ന് വായിക്കണം. വീട് പണി പൂർത്തിയാവണം. ദ്വാരക്കണം. കുറ്റിക്കാട്ടൂര് ഇടത് കൈയിലെ വേദന മാറി. തൊക്കില് പുഴയുണ്ടായിരുന്നു, അത് വെള്ളം കൊണ്ട് മാറി. ഇനി ചൊറി കൂടി മാറി കിട്ടണം. കുറ്റിക്കാട്ടൂരിൽ അള്ളാഹു മാറ്റട്ടെ. തൂവക്കുന്നിൽ നിന്ന് മോൻ നന്നാവണം. ഷൗക്കത്ത് മുസ്ലിയാർ വയനാട് ദ്വാരിക്കണം. മാവൂരിൽ നിന്ന് വിഷമങ്ങൾ മാറണം. കാശി കിട്ടാനുണ്ട്. ഉമ്മർക്ക മണ്ണാർക്കാട് നിന്ന് ഉമ്മാന്റെ മാറിന്റെ വേദന മാറണം. പെങ്ങളെ കുട്ടി സംസാരിക്കണം. ആനക്കയത്തിന് നിന്ന് ടെൻഷൻ മാറണം. തന്നല ഹംസ എന്നവരെ കുട്ടികളില്ല. വീട് പണി പൂർത്തിയാവണം. ദ്വാരിക്കണം. ആമയൂരിൽ നിന്നൊരു ഉമ്മ മോന് ജോലി ശരിയാണോ. അഷ്റഫ് ക ഭാര്യയ്ക്ക് സുഖമില്ല. ദ്വാരിക്കണം. പുലാമന്തോള് ആങ്ങളെ കുട്ടിക്ക് ഓപ്പറേഷനാണ്. മൂത്രം പോകുന്നില്ല. 4ാമത്തെ ഓപ്പറേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹ് ശിഫ കൊടുക്കണേ. അള്ളാഹ് തിരുരങ്ങാടി ഉമ്മാക്ക് വയറ്റിന്ന് പോണില്ല. കുടല് തളർന്നിരിക്കാൻ മജ്ലിസിന്റെ വെള്ളത്തിലൂടെ നീ അത് ശരിയാക്കി കൊടുക്കുക. അള്ളാഹ് ഐക്കരപ്പടി മോളെ കല്യാണം ശരിയാക്കുക. അള്ളാഹ് വളാഞ്ചേരി മരുമകന്റെ ഉപ്പക്ക് നീ സുഖം കൊടുക്കുക. അള്ളാഹ് കൊല്ലത്തിന് നിന്ന് ഭർത്താവ് ഗൾഫിലാണ്. ഭാര്യ ഒഴിവാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അന്യബന്ധമുണ്ട്, അതൊക്കെ ഒഴിവായി കുടുംബജീവിതത്തിൽ നീ സമാധാനം കൊടുക്കുക. അള്ളാഹ് അലങ്കൂറിൽ നിന്ന് മോന് സുഖം കൊടുക്കുക. അള്ളാഹ് അരിമ്പ്ര ഭർത്താവ് തെറ്റിലാണ്, പിണക്കം മാറ്റിയ അള്ളാഹ് കാസർഗോഡ് നിന്ന് കല്യാണം ശരിയാക്കി കൊടുക്കുക. അള്ളാഹ് ഒറ്റപ്പാലത്തിൽ നിന്ന് ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവണം. മൂത്രമൊഴിക്കൽ മാറണം. മോള് തടി കുറയണം. കാലിന്റെ തടി കുറയണം. അള്ളാഹു റാഹത്താക്കട്ടെ. മരത്താണി ഉമ്മക്ക് സുഖല്ല. ദ്വാരക്കണം. അലി ഉസ്താദ് പാഴൂർ കടങ്ങൾ വീടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കണം. അള്ളാഹ് വീട്ടിൽ കൊടുക്കട്ടെ. സ്വാദിക്ക് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. പനിയും മറ്റു എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ. മോൻ ജയിലിലാണ്, നിരപരാധിയാണ്. മോനെ കരിപ്പൂരിൽ നിന്ന് അള്ളാഹ് നീ രക്ഷപ്പെടുത്തുക. അള്ളാഹ് പയ്യന്നൂരിൽ നിന്ന് ദ്വാരക്കണം. പരപ്പനങ്ങാടിയിൽ നിന്ന് നാളെ ഗൾഫിൽ പോവാനുള്ളവരാണ്. കൊറോണ പോസിറ്റീവാണ്. അപ്പൊ നെഗറ്റീവ് ആക്കുക. അള്ളാഹ് ആബിദ് സഖാഫി പാണക്കാട് അള്ളാഹ് നല്ല മക്കളെ കൊടുക്കുക. അള്ളാഹ് അവരുടെ കുഞ്ഞാമ അവര് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിഷമങ്ങൾ മാറണം. കല്യാണം ശരിയാവാനുണ്ട്. അള്ളാഹു റാത്താക്കട്ടെ. മഞ്ചേരിയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടു. റബ്ബേ തിരിച്ചു കൊടുക്കുക. അള്ളാഹ് ഉസ്താദേ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ മോൻ തിങ്കളാഴ്ച ഒരു കട തുറക്കാം. അതിൽ ബറക്കത്ത് കൊടുക്കുക. മുഹമ്മദ് റാഫി ഉമ്മുൽകുയൻ വിദേശത്ത് നിന്ന് വിളിച്ചിരുന്നു. അള്ളാഹ് അവരെ കുടുംബക്കെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബാണ്. നല്ല ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. നല്ല ബറക്കത്ത് അവരുടെ ഷോപ്പുകളിലും കടകളിലൊക്കെ നീ കൊടുക്കണേ റഹ്മാനെ. സന്തോഷം കൊടുക്കുക. മയ്യിൽ നിന്ന് പുണ്ണ് മാറാൻ പ്രയാസം മാറാൻ ദ്വാരക്കണം. സൗദിയിൽ നിന്ന് അനിയൻ റാഹത്തായ കല്യാണം ശരിയാവാൻ പ്രയാസം മാറാൻ ദ്വാരക്കണം. ചേളാരി സഫിയ മോളുടെ 3 മകൻ മഹർ പോയി. എന്റെ വീട്ടിൽ നിന്നാണ് പോയത്. തിരിച്ചു വാങ്ങി കൊടുക്കാൻ കഴിവില്ല ഉസ്താദേ. ഇൻഷാ അല്ലാഹ് അത് തിരിച്ചു കിട്ടിക്കോളും. ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് തിരിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾ ബോംബെയിൽ നിന്നാണ്. എനിക്കും ഭർത്താവിന് 2 മക്കൾക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഭർത്താവിന് കിഡ്നി 2 കല്ലുണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞതിന് ഓപ്പറേഷൻ ഇല്ലാതെ ഇരിക്കാൻ ഉസ്താദ് ദുആ ചെയ്യണം. റബ്ബേ നീ സലാമത്താക്കണേ റഹ്മാനെ. ഉമ്മാക്ക് മുട്ടുവേദനയാണ്. എല്ലാ വിഷമങ്ങളും മാറ്റണേ റഹ്മാനെ. അവരെ കച്ചവടത്തിൽ നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. തൊണ്ടയുടെ പ്രശ്നം കൂടുതലാണ്, മാറ്റണേ റഹ്മാനെ. ഭർത്താവിന്റെ ജോലിയിൽ ഭയങ്കര വിഷമുണ്ട്, മാറ്റണേ റഹ്മാനെ. കിഡ്നിയിൽ കല്ലുണ്ട്. ഉപ്പയുടെ കടയിൽ ബറക്കത്തുണ്ടാവാൻ. ഭാര്യ ജ്യേഷ്ഠത്തിന് പേരക്കുട്ടിക്ക് സുഖല്ല. റബ്ബേ നീ റാഹത്താക്കുക അല്ലാഹ്. സത്താർ എന്നവർ ബോംബെയിൽ നിന്ന് കടയിൽ ബറക്കത്തുണ്ടാവാൻ. വാടക കുറയാൻ വേണ്ടി ഉമ്മക്ക് സുഖല്ല, കാശ് കിട്ടാനുണ്ട്. എല്ലാ റാഹത്താവാൻ അല്ലാഹു സന്തോഷം നൽകട്ടെ. ഇനി ദ്വാരക്കാണ്. സഹീർ കൂട്ടായി കണ്ണിന് നീര് വന്ന് സുഖല്ലാതെ അല്ലാഹു റാഹത്താക്കട്ടെ. എന്റെ വീട് കണ്ണൂരാണ്. 4 കുട്ടികളുണ്ട്. ജോലി അജ്മാനിലാണ്. വളരെ വിഷമത്തിലാണ്. ഒരുപാട് രോഗങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുഖം കൊടുക്കട്ടെ. ഷാഹിന മഞ്ചേരി ഭർത്താവിന്റെ വണ്ടി പെട്ടെന്ന് റിലീസായി റാഹത്താവാൻ ദ്വാരക്കണം. പറവണ്ണ അനിയൻ സംസാരിക്കാൻ ദ്വാരക്കണം. എന്റെ ഭാര്യയുടെ മൂത്തമ്മ വീണ് കാലിന് ചെറിയ പൊട്ടുണ്ട്. സുഖപ്പെടുത്തുക അല്ലാഹ്. അറിവിനിലാവിന്റെ ഉമ്മയാണ്. എന്റെ ഉപ്പ പനിയും തലവേദനയായി 3 ദിവസം തീരെ സുഖല്ല.
അല്ലാഹുവേ ലുലുവിന്റെ സുഹൃത്ത് സക്കിയയുടെ ഉപ്പ അല്ലാഹ് നീ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തണേ അല്ലാഹ്. സ്ഥലത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി ബുദ്ധിമുട്ടിക്കാൻ മനസ്സ് മാറ്റിയിട്ട് വഴി കൊടുക്കണേ അല്ലാഹ്. കാരമൂല ഖൈറായ സ്ഥലവും വീടും ഉണ്ടാവാൻ ദ്വാരിക്കണം. അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളത്തെ സ്വലാത്തു ശിഫയുടെ മജ്ലിസിൽ വെച്ച് നമുക്ക് വായിച്ച് ദ്വാരക്കാം. ഒരുപാട് ഫൈസൽ അബൂദാബിയിൽ നേരത്തെ വിളിച്ചിരുന്നല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു ഫൈസൽ കാക്ക് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ, നല്ല ബർക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ. ഒതുക്കുങ്ങൾ റൈഹാനത്ത് 34 വയസ്സ് കല്യാണം ശരിയാവാൻ ഉസ്താദിന്റെ അടുത്ത് വന്നിരുന്നു. ഇപ്പൊ ഒരു കാര്യം വന്നിട്ടുണ്ട്, അത് റാഹത്താവാൻ ഉസ്താദെ അല്ലാഹു റാഹത്താക്കട്ടെ. സിറാജ് ഉസ്താദിന്റെ പെങ്ങള് റാഹത്തായി പ്രസവിച്ചിട്ടുണ്ട്. അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. സിറാജ് ഉസ്താദാണ് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ചെയ്തു തരുന്നത്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സിറാജ് ഉസ്താദിന്റെ ചെലവ് കിട്ടിയില്ല, അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി, ചെറിയ അറബിയിൽ ഒരു ചെറിയ ദുആ. നാളെ സ്വലാത്തു തിബ് അഥവാ സ്വലാത്തു ശിഫ ആ സ്വലാത്തിന്റെ മജ്ലിസാണ് നാളെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ റാഹത്തോടെ സ്വലാത്തു ശിഫ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നോക്കി വെച്ചിരുന്നോണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളെ അത് കാണിച്ചു തരും. അപ്പൊ അത് ചൊല്ലാ. സ്വലാത്ത് ശിഫയാണ്, ശിഫയുടെ അത്ഭുത മജ്ലിസാണ്. അല്ലാഹു റാഹത്തിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് സൈദൽ വാക്ക പാക്കട പറയത്തിന് പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ, കടയൊക്കെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ഖൈറിലാക്കി കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. من كالإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور ولي إننا نأتي إليكم للإزاحة ما بنا شدة ضعافتيا شيخنا مدبور ولي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. നമ്മുടെ സദസ്സിൽ വന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. ഒരുപാട് ചെറിയ മക്കളുണ്ട്, നല്ല മക്കളായിട്ട് അല്ലാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ഓരോ നാമത്തിനും വലിയ പവറാണ്, ഓരോ നാമത്തിനും വലിയ പവർ. ആ ഓരോ നാമത്തിന്റെയും പവർ ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു റാഹത്താക്കട്ടെ. മാഷാ അല്ലാഹ് നമ്മുടെ രണ്ടത്താണി ഹംസാക്കയുടെ കുടുംബ വീടുണ്ട്. അല്ലാഹു രണ്ടത്താണി ഹംസാക്കയുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നല്ല പഴയ കാലത്തെ നല്ല മാപ്പിള പാട്ടുകാരനാണ് രണ്ടത്താണി ഹംസാക്ക. അൽഹംദുലില്ലാഹ് ഒഴിപോലെ ഞാൻ ആ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. അതിലിങ്ങനെ ലയിച്ചു പോകും, വലിയ അർത്ഥവത്തായ വരികളാണ് ഹംസാക്കയുടെ വരികൾ. അല്ലാഹു അവിടുത്തെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിനൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. മോന്റെ കല്യാണക്ക് അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ കാര്യവും ഈ മജ്ലിസിൽ പങ്കെടുത്തവരെ, ലൈവായി പങ്കെടുത്തവരെ, യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രോഗ്രാം കണ്ട് ആമീൻ പറയുന്ന
ഒരുപാട് കുടുംബങ്ങൾ അല്ലാഹുവേ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ആമീൻ പറയുന്നുണ്ട്. ഒരു പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കമന്റിൽ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا شيخنا يا ولي الله. أوصل اللهم ثواب ما قرأناه من القرآن العظيم إلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين وإلى حضرات شيخنا سيم ولي الله المدبور قدس الله سره العزيز وإلى حضرة أمه وأبيه ومشايخه. اللهم بحقهم تقبل منا مجلسنا ودعاءنا. بارك لنا في جميع كل أمورنا. أنت تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أحوالنا فاصلحها وتعلم ديوننا فأدها وتعلم أمراضنا فاشفها وتعلم حوائجنا فقضها يا رب العالمين. اللهم وإلى حضرات من ماتوا منا اللهم اغفر لنا ولهم اغفر قبورنا وقبورهم بنور القرآن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. വെള്ളുവങ്ങാളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അസുഖം മാറാൻ ദ്വാരിക്കണം. മക്കളൊക്കെ സ്വാലിഹാവാൻ ദ്വാരിക്കണം. അള്ളാഹു ആ പൊന്നുമോക്കും കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാളത്തെ നമ്മുടെ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ അള്ളാഹു അസ്മാഹുൽ ഹുസ്നയുടെ കാവലും വലിയ ശിഫയും അള്ളാഹു തരട്ടെ. മാറാത്ത രോഗങ്ങൾക്ക് അള്ളാഹു, മാറാത്ത വേദനകൾക്ക്, മാറാത്ത തോരാത്ത കണ്ണുനീരുകൾക്ക് ഈ വെള്ളം അള്ളാഹു ഒരു സമാധാനമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സന്തോഷിലാക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. നാളത്തെ മജ്ലിസിൽ പങ്കെടുക്കാൻ ആരും മറക്കരുത്. സ്വലാത്തു ശിഫയുടെ സ്വലാത്തിന്റെ മജ്ലിസാണ് നാളെ നമ്മൾ നടത്തുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നാളത്തെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെല്ലാം മരുന്നും മജ്ലിസിൽ വെക്കണം. സ്വലാത്തു ശിഫയ്ക്ക് വേണ്ടി മുത്തുനബിയുടെ പേരുള്ള സ്വലാത്താണ് നാളെ നമ്മൾ ചൊല്ലാൻ പോകുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശബ്ദം നിലനിൽക്കാൻ നിങ്ങൾ ദുആരിക്കണം. നമ്മുടെ മജ്ലിസ് കാണുന്ന എല്ലാവർക്കും വേണ്ടി, മജ്ലിസിൽ പങ്കെടുത്ത 10,000-കണക്കിന് കുടുംബങ്ങളുണ്ട്, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ എപ്പോഴും ദ്വാരിക്കണം. അറിവിനിലാവിന്റെ എല്ലാ കുടുംബങ്ങൾക്കും എല്ലാവരും ദ്വാരിക്കുമ്പോൾ ആ ദ്വായിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉൾപ്പെടും. നമ്മൾ പരസ്പരം കാണാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. നിങ്ങൾ അവർക്കും ദ്വാരിക്കണം, അവർ നിങ്ങൾക്കും ദ്വാരിക്കും. അപ്പൊ അറിവിനിലാവിന്റെ എല്ലാ കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരിക്കണം. ദുആ വസിയത്തോടെ നാളത്തെ മജ്ലിസിൽ വെച്ച് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ റഹ്മാനെ. യംനാനെ നബിയേ പുണ്യമദീന കാണുന്നതെന്നാണ്. യംനാനെ നബിയേ പച്ചക്കുപ്പ കാണുന്നതെന്നാണ്. യംനാനെ നബിയേ പുണ്യമദീന കാണുന്നതെന്നാണ്. എന്നാണ് നബിയേ പച്ചക്കൊപ്പ കാണുന്നതെന്നാണ്. അറിവിൻ നീലാവിൻ കൊടുമ്പങ്ങൾ നബിയേ, അറിവിൻ നിലാവിൻ കൊടുമ്പങ്ങൾ നബിയേ, കൈകൾ നീട്ടുന്നു യാ റസൂലേ. അറിവിൻ
നീലാവിൻ കുടുംബങ്ങൾ നബിയേ കൈകൾ നീട്ടുന്നു യാ റസൂലേ വരണം മദീന കാണണം റൗള മുത്താറ്റൽ നബിയേ വരണം മദീന കാണണം റൗള മുത്താറ്റൽ നബിയേ എന്നാണ് നബിയേ പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയേ പച്ച കൊബ്ബ കാണുന്നതെന്നാണ് പുന്നാര നബിയേ ഞാൻ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ തോഹ റസൂലിന്റെ റൗള ശരീഫൊന്ന് കാണുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് കാണുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് മടവൂരിൽ ശൈഖുന കുത്തുബല്ലോ കാവലെ നൽകേണേ യാ റഹ്മാനല്ലാഹ് മടവൂരിൽ ശൈഖുന കുത്തുബല്ലോ കാവലെ നൽകേണേ യാ റഹ്മാനല്ലാഹ് മടവൂരിൽ ശൈഖുന സിയം വലിയുള്ളാഹ് തിരുനോട്ടം നൽകണേ യാ റഹീമല്ലാഹ് മടവൂരിൽ ശൈഖുന സിയം വലിയുള്ളാഹ് തിരുനോട്ടം നൽകണേ യാ റഹീമല്ലാഹ് അവിടുന്ന് ഞങ്ങളെ നോക്കണം ശൈഖേ അവിടുന്ന് ഞങ്ങളെ കാണണം ശൈഖേ അവിടുന്ന് ഞങ്ങളെ നോക്കണം ശൈഖേ അവിടുന്ന് ഞങ്ങളെ കാണണം ശൈഖേ മടവൂരിൽ ശൈഖുന സിയം വലിയുള്ളാഹ് തിരുനോട്ടം നൽകിടണേ മടവൂരിൽ ശൈഖുന സിയം വലിയുള്ളാഹ് ആ തണൽ